അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ്, ഈ പ്രഭാതത്തിലെ അങ്ങയുടെ മക്കളെ കാത്ത് കൊതിച്ചിരിക്കുകയാണ് ഈശോയെ. നിന്റെ വലതുകരത്തിൻ്റെ ഒരാശീർവാദം കിട്ടാൻ വേണ്ടി. കർത്താവ്, ഇന്ന് യാത്രക്കൊരുങ്ങുന്ന ഓരോ മക്കളുണ്ട്. ഓരോ ഉദ്യമങ്ങളിലൂടെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പോണവരുണ്ട്. ഓരോ ലക്ഷ്യങ്ങൾ മനസ്സിൽ വെച്ച് പോകുന്നവരുണ്ട്. കർത്താവേ, നിന്റെ തിരുമുറുവാർന്ന് ആണിപ്പെടുതാന്ന് വലതുകരം മക്കളുടെ ശിരസ് വെക്കണമേ. അവർ പോകുന്നിടത്തേക്കല്ല, നീ പോകുന്നിടത്തേക്കെല്ലാം ഞാൻ നിൻ്റെ കൂടെ വരുമെന്ന് കർത്താവ് അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ ഈശോയെ. അങ്ങയുടെ സഞ്ചാര സാന്നിധ്യം അങ്ങയുടെ മക്കളുടെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഉദ്യോഗത്തിൻ്റെ കാര്യത്തിന് വേണ്ടി പോകുന്നവരുണ്ട്, പഠന കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്, ജീവിത വ്യാപാരങ്ങൾക്ക് സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്, ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നത് അവരുടെ എല്ലാം കർത്താവിന് തിരുസേന സമർപ്പിക്കുന്നു. ടെസ്റ്റ്, ഇൻ്റർവ്യൂ, പരീക്ഷ, അതുപോലെ തന്നെ ഏജൻസി, ക്രയവിക്രയങ്ങൾ,
ജീവിതമാർഗങ്ങൾ, വിദൂര യാത്രകൾ, അങ്ങനെ ബന്ധുത്വം മുറക്ക് പോകുന്ന വിവാഹയാത്രകൾ, ഈശോയെ എവിടെയെല്ലാമൊക്കെ പോകുന്നു അവിടെയെല്ലാം അങ്ങയുടെ മക്കളുടെ കൂടെ നീ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ മുഴുവൻ യാത്രകളിൽ കർത്താവ് നിൻ്റെ കൂടെ ഉണ്ടാവുകയും മാതാവ് നിൻ്റെ വലതുകരം ഗ്രഹിക്കുകയും സഞ്ചാരി മാതാവ് രാത്രി നീ തിരികെ വരുമ്പോൾ നിന്നെ ആരോഗ്യത്തോടെയും സമാധാനത്തോടെയും സുരക്ഷിതമായി ദൈവം നിന്നെ തിരികെ എത്തിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സുരക്ഷിത നീക്കുവാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ കഴിഞ്ഞ ദിവസമേ എൻ്റെ ഒരു സുഹൃത്ത് അച്ഛൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, പ്രദീപ് അച്ഛൻ. അദ്ദേഹം അവിടെയാണ്, ഇസ്രയേലിലാണ്. അപ്പം അദ്ദേഹമാണ് അവിടെ ഇസ്രയേലിൽ ധ്യാനിപ്പിക്കാൻ വേണ്ടി എന്നെ ഒരു 5-8 മാസം മുമ്പ് കൊണ്ടുപോയായിരുന്നു. അപ്പം ഞാനവിടെ പത്രോസ് ഇസ്രയേലി മെഡിറ്ററേനിയൻ സമുദ്രത്തിൻ്റെ കിഴക്കേക്കരയാണെന്ന് തോന്നുന്നത്. പത്രോസ് താമസിച്ച സ്ഥലമുണ്ട്, യോപ്പ. അപ്പം നമ്മുടെ അവിടെ ആ വീട്ടിലാണ് ഞാൻ താമസിച്ചത്. അത് ഒരു ആശ്രമമാണ് ഇപ്പോഴും. ആ ആശ്രമത്തിലാണ് ഞാൻ താമസിച്ചത് ഒരു 4 ദിവസം പ്രാർത്ഥനാപൂർവ്വം. അപ്പോൾ ആ യോപ്പ, അതിനെക്കുറിച്ച് ബൈബിളിൽ പറയുന്നുണ്ട്. നടപടി പുസ്തകം 11:5 എടുത്തേ. ഞാൻ യോപ്പ നഗരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ദിവ്യാനുഭൂതിയിൽ ഒരു ദർശനമുണ്ടായി. സ്വർഗത്തിൽ നിന്ന് വലിയ വിരിപ്പ് പോലെ ഒരു പാത്രം 4 കോണിലും പിടിച്ച് ഇറക്കുന്നത് ഞാൻ കണ്ടു. അത് എന്റെ അടുത്ത് വന്നു. ഞാൻ സൂക്ഷിച്ചു നോക്കിയപ്പോൾ അതിൽ ഭൂമിയിലെ 4 കാലികളെയും വന്യമൃഗങ്ങളെയും ഇഴജന്തുക്കളെയും ആകാശപ്പറവകളെയും കണ്ടു. എന്നോട് സംസാരിക്കുന്ന ഒരു സ്വരം ഞാൻ കേട്ടു. പത്രോസേ, എഴുന്നേൽക്കുക. നീ ഇവയെ കൊന്ന് ഭക്ഷിക്കുക. അപ്പോൾ ഞാൻ മറുപടി പറഞ്ഞു, കർത്താവേ, ഒരിക്കലുമില്ല. ഹീനമോ അശുദ്ധമോ ആയതൊന്നും ഞാൻ ഒരിക്കലും ഭക്ഷിച്ചിട്ടില്ല. സ്വർഗത്തിൽ നിന്ന് രണ്ടാമത് ആ സ്വരം പറഞ്ഞു, ദൈവം വിശുദ്ധീകരിച്ചതിനെ നീ മലിനമെന്ന് വിളിക്കരുത്, ഹീനമെന്ന് വിളിക്കരുത്. ബൈബിളിൻ്റെ നിലപാട് കണ്ട. അതായത് ഇതിന് ശേഷം സംഭവിക്കുന്ന വിഷയം എന്താണെന്നറിയാമോ? ദൈവം വിശുദ്ധീകരിച്ചതിനെ നീ ഹീനമെന്ന് വിളിക്കരുത്. അപ്പം ഇതിന് ശേഷം പത്രോസ് ആ യോപ്പായിലെ വീട്ടിൽ മുട്ട് കേൾക്കും. അപ്പോൾ തുറക്കുമ്പോൾ 3 പേര് നിൽക്കും. അപ്പോൾ എന്താ വന്നെന്ന് ചോദിക്കും. അപ്പോൾ കെസ്രയിലേക്ക് വന്ന് അങ്ങ് ഞങ്ങളോട് കർത്താവിനെക്കുറിച്ച് പറയണമെന്ന് പറയും. അപ്പോൾ അവരോട് ഒരു ശങ്കയുമില്ലാതെ ഈ ദർശനത്തിൻ്റെ വെളിച്ചത്തിൽ കെസറിയ യഹൂദന്മാരുടെ സ്ഥലമല്ലായിരുന്നു, അത് വിജാതിയുടെ സ്ഥലമാണ്. അപ്പോൾ പക്ഷേ പത്രോസ് ഈ ദർശനത്തിന് മുമ്പാണെങ്കിൽ പോകത്തില്ല. കാര്യം എന്താണ്? വിജാതിയർ, ഹീനജാതികൾ എന്നുള്ളതാണ് ഈ യഹൂദൻ കണക്കാക്കിയിരിക്കുന്നത്. യഹൂദന്മാരുടെ ഒരു കണക്കതാണ്. ഇപ്പം തന്നെ ബെൻ മെനേഷെ എന്നും പറഞ്ഞ്, മനാസെ എന്നും പറഞ്ഞ് മണിപ്പൂരിൽ നിന്ന് കുറേ യഹൂദന്മാർ ഇപ്പം ഇസ്രയേലിലേക്ക് പോകുന്നില്ലേ? പോയി. അവർ 250 പേര് പോയി. ഇപ്പം ബെൻ മെനാഷെ എന്ന് പറയണത് ഈ BC 720, നമുക്ക് പിന്നീട് കാണാം ആ വിഷയത്തെക്കുറിച്ച്. ഞാൻ ജസ്റ്റ് സൂചിപ്പിച്ചതേ ഉള്ളൂ. അപ്പം ഇങ്ങനെ യഹൂദന്മാർ മറ്റുള്ളവരെ കാണുന്നത് ഹീനജാതിയായിട്ടാണ്. അതാണ് ഈ പത്രോസ് പറയണത്. അപ്പോൾ ദൈവം ഉടനെ പത്രോസിനെ തിരുത്തും, ആരും ഹീനജാതി എന്ന് കാണരുതെന്ന് പറയും. പക്ഷേ എന്താ വിഷയം വെച്ചാൽ ഇത് യഹൂദന് ഇത് തലയെ പിടിച്ച സാധനമാണ്. എന്താണ്? അവർ മാത്രം സവർണർ, മറ്റുള്ള ഹീനജാതി എന്ന്. അപ്പോൾ ദൈവം ബൈബിൾ അതിൻ്റെ നിലപാട് വ്യക്തമാക്കണമല്ലേ. എല്ലാ ജാതികളെയും കൊണ്ടുവന്ന് പത്രോസ് മുമ്പിൽ കൊണ്ടുവന്ന്. അപ്പോൾ പത്രോസ് പറഞ്ഞ്, ഐ വിൽ നോട്ട് ടേക്ക് ഇറ്റ്. പറഞ്ഞ് നിനക്ക് ഇത് ഇവരെ ഇവരുടെ കാര്യം ഏറ്റെടുക്കാൻ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. കാര്യം എന്താണ്? ദൈവത്തിൻ്റെ മുമ്പ് ഹീനജാതിയില്ല, അവർണനുമില്ല, സവർണനുമില്ല,
പിന്നെ എന്താണ്? ഞാൻ വിശുദ്ധീകരിച്ചതിനെ നിങ്ങൾ അശുദ്ധമെന്ന് വിളിക്കരുത്. പക്ഷേ ഈ ബൈബിള് കേരളം സ്വീകരിച്ചില്ല. കേരളം സ്വീകരിച്ചിരുന്നെങ്കിൽ ഇവിടെ ബൈബിൾ മതിയായിരുന്നു ഉച്ചനീചത്വം മനസ്സിലാക്കാൻ. അതുപോലെ തന്നെ എന്താ കാര്യം? ബൈബിൾ ആദ്യം സ്വീകരിച്ചവർ, ഈ സമൂഹം സ്വീകരിച്ചവർ, അവർ മറ്റുള്ളവരാരെയും കർത്താവ് പറഞ്ഞ പോലെ നിങ്ങളോ പ്രവേശിച്ചില്ല, പ്രവേശിക്കാൻ വന്നവരെ തടയുകയും ചെയ്തു. അങ്ങനെ തടഞ്ഞ് മറ്റുള്ളവരെ, അവർ ഞങ്ങളുടെ ഒപ്പം ഞങ്ങൾ ക്രിസ്ത്യാനികളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു കുറവാണ്. മറ്റുള്ളവർ, അവർ താഴ്ന്ന ജാതിക്കാർ ഞങ്ങളുടെ വിശ്വാസമുള്ളവരാണെന്ന് പറയുമ്പോൾ, സഹോദരങ്ങളാണെന്ന് പറയുമ്പോൾ പറയാൻ പറ്റത്തില്ല. അങ്ങനെ വളരെ മൂഢജാതികൾ എന്ന് പറയാവുന്ന സവർണ തിമിരം ബാധിച്ച ആൾക്കാരാണ് ബൈബിള് ആദ്യകാലങ്ങളിൽ സ്വീകരിച്ചത്. അതിൻ്റെ ബുദ്ധിമുട്ടുകൾ കേരള സഭയിൽ വളർച്ചയില്ലാതിൻ്റെ ഒരു നല്ലൊരു കാലഘട്ടമുണ്ട്. നല്ലൊരു കാലഘട്ടം. പൊട്ടിസുകാർ വരുന്നവരെ നമുക്ക് പറയാം, ഇവിടെ എന്നാ സംഭവം പറഞ്ഞാലും പൊട്ടിസുകാർ വരുന്നവരെ പരിശുദ്ധ പ്രവർത്തനമില്ല. അപ്പോൾ എന്തുകൊണ്ടാണ്? ബൈബിൾ സ്വീകരിച്ചവരെ അത് കൈമാറാനും മറ്റുള്ളവർക്ക് കൈമാറാൻ തയ്യാറായില്ല. പൊട്ടിസുകാർ വന്നിട്ട് പോലും ഭയങ്കര മറ്റുള്ളവർ വിശ്വാസത്തിലേക്ക് വരുന്നതിന് തടയാൻ വേണ്ടി ഭയങ്കര വിപ്ലവമൊക്കെ നടത്തി. നമ്മൾ കൂനംകുരിശെന്നൊക്കെ പറഞ്ഞ് വിപ്ലവം എന്ന് പറഞ്ഞാലും അത് വിദേശ മേൽക്കോയ്മയ്ക്കെതിരെയുള്ള ചെറുത്തുനിൽപ്പെന്നൊക്കെ പറഞ്ഞാലും ലത്തീൻ സഭയിലെ മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ ലത്തീൻ സഭയിലേക്ക് വന്ന് ദൈവത്തിന് വേണ്ടി, ദൈവരാജ്യത്തിൻ്റെ എല്ലാ തരത്തിലുള്ള മത്സ്യങ്ങളെ പിടിക്കാൻ ദൈവരാജ്യത്തിൻ്റെ വലയിറക്കിയവർ വന്നപ്പോൾ ആണ് ഇവിടെ പ്രശ്നമായത്. ആ ഒരു സഭയിലേക്ക് കൂട്ടുകൂടാൻ ഞങ്ങൾ തയ്യാറല്ലെന്ന് പറഞ്ഞാണ് കുറേ സവർണർ മാറി നിന്നത്. അപ്പോൾ എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ ജാതിയാണ് വരുന്നിരിക്കുന്നത്. അടിയിലിൻ്റെ അടിയൊഴുക്കിലെല്ലാം വന്നിരിക്കുന്നത് വിശ്വാസമല്ല, ശരിക്കും പറഞ്ഞ ജാതിയാണ്. പക്ഷേ പത്രോസിന് ആദ്യമേ ദൈവം ചികിത്സിച്ചതാണിത്. എന്താണ്? ദൈവം വിശുദ്ധീകരിച്ചതിനെ നിങ്ങൾ മേൽക്കോയ്മയുടെ സവർണാധിപത്യത്തിൻ്റെ പേരിൽ ഇപ്പോഴും ഇവിടെ എന്താ വിഷയം? ആദ്യം ബ്രാഹ്മണരാണെന്ന് പറഞ്ഞിരുന്നവർ ഇപ്പോൾ ബ്രാഹ്മണരാണെന്ന് പറഞ്ഞാൽ പിന്നെ കർവാപ്പസി അവലൊക്കെ നടത്തുമെന്ന് വിചാരിച്ചുകൊണ്ട് ഇപ്പം തിരിച്ചു പറയാൻ കണ്ടില്ലേ, ഞങ്ങൾ ലോസ്റ്റ് ട്രൈബ്സ് ആണെന്ന് പറഞ്ഞാൽ എന്താ? അപ്പോഴും എന്താ വിഷയം വെച്ച് കഴിഞ്ഞാൽ ഈ സവർണ ആധിപത്യം സുവിശേഷത്തിൻ്റെ മുകളിൽ ദൈവത്തിൻ്റെ മുകളിലേക്ക് ആണിത് വരുന്നത്. ദൈവത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ മുകളിലേക്ക് സവർണാധിപത്യം വരുന്ന ഒരു പ്രതിസുവിശേഷവൽക്കരണം കേരളത്തിൽ വളരെ സ്ട്രക്ചറലൈസ്ഡായിട്ട് നടക്കുന്നതിന് സഭ കരുവാകുന്നുണ്ടോ എന്ന് കേരള സഭ ചിന്തിക്കേണ്ടതാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും. ജെസ്സി ഷാജി, ഇതെൻ്റെ മൂന്നാമത്തെ മകൾ ആൻമരിയ ഷാജി. ഏറ്റുമാനൂരടുത്തുള്ള കാണക്കാരിയിലാണ് താമസം. ആദ്യമായി തന്നെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായി ഉയർത്തിയതിനെ ഓർത്ത് ദൈവത്തിനും കോടാനുകോടി ആരാധന സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. അതുപോലെ പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയുന്നു. 2024 ജൂലൈ മാസം 18-ാം തീയതിയാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യങ്ങൾ എൻ്റെ രണ്ടാമത്തെ മകൾക്ക് വേണ്ടിയിട്ടായിരുന്നു. മകൾ സ്ഥലത്തില്ലാത്തതിനാൽ അതിനെക്കുറിച്ച് സാക്ഷ്യം പറയുന്നില്ല. 2025 ജൂൺ മാസം മുതൽ എനിക്ക് അർട്ടിക്കേരിയ എന്നൊരസുഖം, ഒരു അലർജി രോഗമുണ്ടായി. ഹിസ്റ്റമിൻ എന്നൊരു കെമിക്കലിൻ്റെ റിലീസ് കൊണ്ട് ശരീരത്തിൽ പല ഭാഗത്തും സ്വെല്ലിങ് വന്ന് വല്ലാത്ത ചൊറിച്ചിൽ അനുഭവപ്പെടുന്ന ഒരു രോഗമായിരുന്നു. ട്രീറ്റ്മെൻറ്റ് എടുത്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അർട്ടിക്കേരിയ എന്നുള്ള ഒരു അസുഖം, അതിൻ്റെ റീസൺ എന്ത് അലർജി വേണമെങ്കിലും ആകാം. ക്ലൈമറ്റിക് കണ്ടീഷൻ കൊണ്ടോ, ഡസ്റ്റോ, അല്ലെങ്കിൽ ഫുഡ് അലർജി, ഈവൻ സ്ട്രെസ്സ് മൂലമോ നമുക്ക് ഈ ഹിസ്റ്റമിൻ റിലീസ് വരാം. അപ്പോൾ ആ കാരണം കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് ട്രീറ്റ് ചെയ്യാം. അല്ലെങ്കിൽ വർഷങ്ങൾ, 2-3 വർഷങ്ങൾ ഈ മരുന്ന് കഴിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് കാരണം എന്താണെന്ന് അറിയില്ലായിരുന്നു. അസുഖം കുറയാതെ വന്നപ്പോൾ ഞാൻ ഒരു ഡോക്ടറിൽ നിന്നും വേറൊരു ഡോക്ടറിലേക്ക്, അങ്ങനെ 6 ഡോക്ടേഴ്സിൻ്റെ കൺസൾട്ടേഷൻ നടത്തി. 6 പേരും ഒരേ അഭിപ്രായം തന്നെയാണ് പറഞ്ഞിരുന്നത്. അവസാനം എനിക്ക് മനസ്സിലായി എൻ്റെ ശരീരത്തിൽ ചില ഭാഗങ്ങളിൽ മാത്രം ഉണ്ടായിരുന്ന അലർജി രോഗം പിന്നീട് തല മുതൽ ഉള്ളംകാല് വരെ വരാൻ തുടങ്ങി. ഈവൻ കണ്ണുകളിലും അതുപോലെ ചുണ്ടിലും ഇൻറ്റേർണലായിട്ട് പോലും എനിക്കത് ഫീൽ ചെയ്യാൻ തുടങ്ങി. ഡോക്ടേഴ്സ് മരുന്നിൻ്റെ സ്ഥാനത്ത് അത് ഇഞ്ചക്ഷനാക്കാൻ തുടങ്ങി, സ്റ്റിറോയിഡ്സ് കുത്തിവെക്കാൻ തുടങ്ങി.
എനിക്കപ്പോൾ മനസ്സിലായി. പക്ഷേ എൻ്റെ അലർജി രോഗം അപ്പോൾ അല്പം പോലും കുറയാതെ കൂടുകയാണ് ചെയ്തത്. 2025 ഡിസംബർ മാസം 12-ാം തീയതി ഞാനിവിടെ ഉടമ്പടി പുതുക്കാൻ ഞാൻ ഉടമ്പടി പുതുക്കാൻ പോയ സമയത്ത് ഹസ്ബൻഡ് ഇവിടെ നിന്ന് സാക്ഷ്യം കേൾക്കുകയായിരുന്നു. അപ്പോൾ ഒരമ്മ തൻ്റെ മകൾക്ക് ഇതുപോലെ അർട്ടിക്കേരിയ എന്ന ഒരു അസുഖം വന്നപ്പോൾ അവർ ഉടമ്പടി ഉപ്പ് അത് രാവിലെ ചെറു ചൂടുവെള്ളത്തിൽ അലിയിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി മകൾക്ക് കൊടുത്തതിൻ്റെ ഫലമായിട്ട് മകൾക്ക് പൂർണ്ണ രോഗസൗഖ്യം വന്നതായി ഹസ്ബൻഡ് സാക്ഷ്യം കേട്ടു. അപ്പം ഞാൻ തീരുമാനിച്ചു എൻ്റെ മരുന്നുകളെല്ലാം മാറ്റിവെച്ച് 13-ാം തീയതി മുതൽ ഡിസംബർ 13-ാം തീയതി ഞാൻ അതിരാവിലെ എഴുന്നേറ്റ് ഇതുപോലെ ഉടമ്പടി ഉപ്പ് ചൂടുവെള്ളത്തിൽ അലിയിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ അസുഖം പൂർണ്ണമായിട്ടും മാറി. ഇപ്പോൾ ഡിസംബർ മാസം 13-ാം തീയതി തുടങ്ങിയതാണ്. ഇതുവരെ അതിൻ്റെ രോഗത്തിൻ്റേതായിട്ടുള്ള യാതൊരു അസുഖങ്ങളും ഉണ്ടായിട്ടില്ല. അതുപോലെ എനിക്ക് 2025 മാർച്ച് മാസത്തിൽ വെരിക്കോസ് വെയിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് നടത്തിയപ്പോൾ മുട്ടിന് ചെറിയൊരു ഡിസ്ലൊക്കേഷൻ വന്ന് എനിക്ക് മുട്ടിന് അസഹനീയമായ വേദനയായിരുന്നു. നടക്കാനോ ഇരിക്കാനോ ഇവൻ കിടക്കുമ്പോൾ പോലും എനിക്ക് വല്ലാത്ത വേദനയായിരുന്നു. കിടക്കുമ്പോൾ ഒന്ന് പൊസിഷൻ മാറണമെന്നുണ്ടെങ്കിൽ കൈകൊണ്ട് കാല് മാറ്റി വെക്കേണ്ട ഒരു പല ട്രീറ്റ്മെൻറ്റുകളും എടുത്തു. പക്ഷേ ഒന്നുകൊണ്ടും ഒരു പ്രയോജനമുണ്ടായില്ല. ഞാൻ ജൂലൈ മാസത്തിൽ 2025 ജൂലൈ മാസത്തിൽ ഇവിടെ ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. എല്ലാ ദിവസവും രാവിലെ നിയോഗത്തിൽ 5:30-ക്കുള്ള പ്രാർത്ഥനയിൽ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അതുപോലെ മുട്ടിൽ തൈലം പുരട്ടുകയും ചെയ്തു. വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. 1 മാസം കൊണ്ട് എൻ്റെ മുട്ടിൻ്റെ വേദന കംപ്ലീറ്റ് ആയിട്ട് മാറി. എന്നോട് ലൈഫ് ലോങ് മുട്ട് കുത്തരുതെന്നാണ് അന്ന് ഡോക്ടേഴ്സ് എല്ലാം പറഞ്ഞിരുന്നത്. ഞാൻ ആയുർവേദവും തിരുമ്മും കുറേ നാൾ ട്രൈ ചെയ്തിരുന്നു. പക്ഷേ എല്ലാ ഡോക്ടേഴ്സും പറഞ്ഞു ലൈഫ് ലോങ് മുട്ട് കുത്തരുത്, അതുപോലെ സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കണം. പക്ഷേ ഇന്ന് എനിക്ക് സ്റ്റെപ്പ് കയറി ഇറങ്ങാനോ അതുപോലെ മുട്ട് കുത്താനോ യാതൊരു ബുദ്ധിമുട്ടുമില്ല. അതുപോലെ എൻ്റെ മോള് 10ാം ക്ലാസ്സിൽ, ഇപ്പോൾ മോള് +2-നാണ് പഠിക്കുന്നത്. മോള് 10ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന സമയത്ത് മോൾക്ക് സാധാരണയായി ചില വിഷയങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും സ്കൂളിൽ എക്സാമിന്. പക്ഷെ ചില വിഷയങ്ങൾക്കപ്പോൾ വളരെ ലോ മാർക്കായിരിക്കും കിട്ടുക. ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ 10ാം ക്ലാസ്സിലെ റിസൾട്ട് വന്നപ്പോൾ മോൾക്ക് 93% മാർക്കും 2 വിഷയത്തിന് ഫുൾ മാർക്കും 100-ൽ 100 മാർക്കും നൽകി അമ്മ മാതാവ് അനുഗ്രഹിച്ചു. അത് അമ്മയുടെ മധ്യസ്ഥതയിൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപയാലാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. അതുപോലെ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കണമെന്നുള്ളത്. ഹസ്ബൻഡ് എല്ലാ ദിവസവും പള്ളിയിൽ പോകും. പക്ഷേ എനിക്ക് സാധിക്കുന്ന ദിവസങ്ങളിൽ, അതായത് ക്ലാസ് ഇല്ലാത്ത ദിവസങ്ങളിലായിരിക്കും ഞാനും കുഞ്ഞുങ്ങളും പള്ളിയിൽ പോവുക. അപ്പോൾ ഉടമ്പടി എടുത്ത സമയത്ത് മരിയൻ ഉടമ്പടി ധ്യാനത്തിൽ അച്ഛൻ പറയുകയുണ്ടായി, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ലഭിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഒന്നിനും കുറവുണ്ടാവുകയില്ല, നമുക്ക് ആവശ്യമായതെല്ലാം നമുക്ക് ലഭിക്കുമെന്ന്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ വിശുദ്ധ കുർബാനയും വചനവായനയും നമ്മെ സഹായിക്കുമെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അതിനു മുൻപ് സാധിക്കുന്ന വർഷങ്ങളിലെല്ലാം ഞങ്ങൾ കുടുംബസമേതമോ അല്ലാതെയോ വാർഷിക ധ്യാനങ്ങളിൽ പങ്കെടുക്കാറുണ്ടായിരുന്നു. അതിലെല്ലാം ധ്യാനഗുരുക്കന്മാരും പറയാറുണ്ട്, പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കണം, അപ്പോൾ ജീവിതത്തിൽ ഒന്നിനും കുറവുണ്ടാവുകയില്ലെന്ന്. പക്ഷേ അപ്പോഴൊന്നും എൻ്റെ മനസ്സിലത് തട്ടിയിട്ടില്ല. ഇവിടെ ആദ്യത്തെ ഉടമ്പടി ധ്യാനത്തിൽ ജോസഫ് അച്ഛൻ്റെ മരിയയുടെ ഉടമ്പടി ധ്യാനം കേട്ടപ്പോഴാണ് മനസ്സിൽ തട്ടുന്ന രീതിയിൽ അത് പ്രതിഫലിച്ചതും. അതുപോലെ പിന്നെ അതിനുവേണ്ടി എന്നും വിശുദ്ധ കുർബാന കാണാൻ പോകാനുള്ള സാഹചര്യമില്ലാതിരുന്നതിനാൽ ഞാൻ ഓൺലൈനിൽ കാണാൻ തുടങ്ങി. 2 ആഴ്ച ഓൺലൈനിൽ കണ്ടപ്പോൾ ഈശോ തന്നെ എനിക്ക് എന്നും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനുള്ള ഒരു കൃപ നൽകി അനുഗ്രഹിച്ചു. എന്നും വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുവാനും അതുപോലെ വിശുദ്ധ കുർബാന സ്വീകരിക്കുവാനുള്ള കൃപ ഈശോ തരുന്നുണ്ട്. അതുപോലെ ഒരു വചനത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കണം എന്നുള്ള അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു വചന പഠന ക്ലാസ്സിൽ ചേർന്ന് പഠിക്കുവാനും ആ ഗ്രൂപ്പിനോട് ചേർന്ന് വചനം മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള ഒരു കൃപയും ചെറിയ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനും ഈശോ കൃപ തന്നു. കാരുണ്യ പ്രവൃത്തികളായിട്ട് ചെയ്യുന്നത് 3 കുടുംബങ്ങൾക്ക് എല്ലാ മാസവും ഒരു നിശ്ചിത തുക കൊടുത്ത് സഹായിക്കാറുണ്ട് ഞങ്ങളെ കഴിയുന്ന രീതിയിൽ. അതുപോലെ വസ്ത്രങ്ങൾ, മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന വസ്ത്രങ്ങൾ ഞങ്ങളുടേതും അതുപോലെ മറ്റുള്ളവരിൽ നിന്ന് കളക്ട് ചെയ്തും ഞങ്ങൾ അനാഥാലയങ്ങളിലോ അതുപോലെ ആവശ്യമുള്ള സ്ഥലങ്ങളിലോ എത്തിച്ചു കൊടുക്കാറുണ്ട്. അതുപോലെ ഭക്ഷണം ആവശ്യമെന്ന് തോന്നുന്നവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കാറുണ്ട്. കൃപാസനം പത്രം വീട് തോറും നടന്നു കൊടുക്കുകയോ അല്ലെങ്കിൽ ഞങ്ങൾ യാത്ര പോകുന്ന അവസരങ്ങളിലെല്ലാം ഞങ്ങൾ പത്രം കൂടെ എടുക്കാറുണ്ട്.
പത്രമെടുത്ത കടകളിലും അതുപോലെ ഞങ്ങൾക്ക് വഴിയിലും ഞങ്ങൾ പ്രാർത്ഥിച്ച് കൊടുക്കുന്നുണ്ട്. ഈശോയോട് എന്നും ചേർന്ന് നിൽക്കാൻ കൃപ നൽകിയ, ഉടമ്പടി ജീവിതത്തിലൂടെ കൃപ നൽകിയ ദൈവത്തിന് കോടാനുകോടി ആരാധന സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. ഏഷ്യ പ്രവാചകൻ്റെ പുസ്തകം 63-ാം അധ്യായം 9-ാം തിരുവചനം. അവരുടെ കഷ്ടതകളിൽ ദൂതനെ അയച്ചില്ല, അവിടുന്ന് തന്നെയാണ് അവരെ രക്ഷിച്ചത്. തൻ്റെ കരുണയിലും സ്നേഹത്തിലും അവിടുന്ന് അവരെ വീണ്ടെടുത്തു. കഴിഞ്ഞ കാലങ്ങളിൽ അവിടുന്ന് അവരെ കരങ്ങളിൽ വഹിച്ചു. ജെസി ഷാജു എന്ന ഈ മകളുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്, സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ആർട്ടിക്കേരിയ എന്നുള്ള ഒരു അലർജി രോഗത്തിൽ നിന്ന് ഈശോ വളരെ പെട്ടെന്ന് സൗഖ്യം നൽകിയതായ ഒരു സാക്ഷ്യമാണിത്. 6 ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്തപ്പോൾ എല്ലാവരും ഒരേ അഭിപ്രായമാണ് പറഞ്ഞത്. കാരണം 2-3 വർഷം വളരെ സ്ലോലിയാണ് ഇതിൻ്റെ സൗഖ്യം ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ ഈ മകൾ പല ഡോക്ടേഴ്സിനെയും പല ട്രീറ്റ്മെൻറ്റും ചെയ്തിട്ടും കുറയാതെ വന്നപ്പോഴാണ് സാക്ഷ്യങ്ങൾ കേൾക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഈ മകൾക്ക് വെളിപ്പെട്ട് കിട്ടിയത്. സാക്ഷ്യങ്ങൾ കേട്ടപ്പോഴാണ് ഇതേ രോഗമുള്ള ആർട്ടിക്കേരിയ എന്ന രോഗമുള്ള ഒരു മകളുടെ രോഗസൗഖ്യത്തെക്കുറിച്ച് കേൾക്കാനിടയായത്. അതുകൊണ്ടാണ് ജോസഫ് അച്ഛൻ എപ്പോഴും നമ്മോട് സാക്ഷ്യങ്ങൾ കേൾക്കണം, സാക്ഷ്യങ്ങൾ പങ്കുവെക്കണമെന്ന് നമ്മോട് എപ്പോഴും നിർദ്ദേശിക്കുന്നത്. അങ്ങനെ ഈ സാക്ഷ്യം കേട്ടപ്പോൾ ജെസിക്ക് മനസ്സിലായി, ഇനി എനിക്കുള്ള മരുന്നോ ലേപനമോ അല്ല, അങ്ങയുടെ വചനം മാത്രമാണെന്ന്. ജെസിയുടെ തന്നെ വാക്കുകളിൽ, ഞാൻ എന്നും വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ വളരെ ആത്മാർത്ഥമായും വളരെ വിശുദ്ധിയോടും കൂടി ഞാൻ ഈശോയെ സ്വീകരിക്കുമ്പോൾ തന്നെ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ നിറവും പരിശുദ്ധാത്മാവിൽ നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്ന ദാനങ്ങളും ഫലങ്ങളുമെല്ലാം നൽകി നമുക്ക് ലഭിച്ചുകൊണ്ട് നമ്മുടെ സ്നേഹവും സന്തോഷവും സമാധാനവും ആ ശാന്തതയും എല്ലാ ഫലങ്ങളും ദാനങ്ങളും നമുക്ക് പരിശുദ്ധാത്മാവ് നൽകുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ പ്രാർത്ഥനയായ ദിവ്യബലിയിലൂടെയാണ്. അത് ഈ മകളിവിടെ ഏറ്റുപറയുകയാണ്. ദിവ്യബലിയിലൂടെയും വചന വായനയിലൂടെയും എല്ലാം തൻ്റെ ജപമാലയിലൂടെയും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെയും ദൈവിക വെളിപാട് വെളിപ്പെട്ട് കിട്ടാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ കൃപയും അനുഗ്രഹവും ഈ മകൾക്ക് ലഭിക്കുകയുണ്ടായി എന്ന് ഏറ്റുപറയുന്നു. നമുക്കറിയാവുന്നതുപോലെ നാം വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ വചനമാണ് നമ്മെ സൗഖ്യപ്പെടുത്തുന്നത്. അതുപോലെ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുമ്പോൾ ബാക്കിയെല്ലാം നമ്മോട് കൂട്ടിച്ചേർക്കപ്പെടും. അവിടെയാണ് നമ്മുടെ 100 മേനി വിളവ് കൊയ്തെടുക്കുന്ന ഒരു ജീവിതാവസ്ഥയിലേക്ക്, ഒരു ഉടമ്പടി ജീവിതത്തിലേക്ക് നാം കടന്നു വരുന്നത്. എനിക്കൊന്നിനും മുട്ടുണ്ടാവുകയില്ല, കർത്താവാണ് എൻ്റെ ഇടയൻ എന്ന് നാം തിരിച്ചറിയുന്നത്. നമ്മെ നയിക്കുന്നതെല്ലാം അവിടുത്തെ നിർച്ചാലിനരികിലേക്കായിരിക്കും. നമ്മുടെ ജീവിതാവസ്ഥകൾ നാം ജീവിക്കുന്നത് എപ്പോഴും പച്ചയായ ഒരു പുൽത്തകിടിയിലായിരിക്കും നമ്മുടെ ജീവിതം എന്ന് നമുക്ക് എപ്പോഴും ആത്മീക കുറവുകൾ ഉണ്ടായിരിക്കുകയില്ല എന്നെല്ലാം നാം വായിച്ചെടുക്കുന്നത് നമ്മുടെ ഉടമ്പടി ജീവിതത്തിലൂടെയാണ്. ജെസിക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കൃപകൾക്കും നന്ദി പറയുന്നതോടൊപ്പം നമ്മുടെ എല്ലാ ജീവിത സങ്കടങ്ങളെയും രോഗങ്ങളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വയ്ക്കാം. ഈശോ നമുക്ക് വളരെ പെട്ടെന്ന് സമയച്ചുരുക്കത്തിൽ നമുക്ക് സൗഖ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഈശോ ആദ്യമായിട്ട് ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചതിൽ പിതാവായ ദൈവത്തിനും തിരുകുമാരനും അമ്മ മാതാവിനും ഞാൻ നന്ദി പറയുന്നു. ഇവിടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു സാക്ഷിയാവാൻ കഴിഞ്ഞതിൽ ഒരുപാട് നന്ദി ഞാൻ ഈ അൾത്താരെ നിൽക്കാൻ സാധിച്ചതിനും ദൈവത്തോട് പറയുന്നു. ഇതെൻ്റെ അമ്മയാണ്. ഞങ്ങൾ 2 പേരും ഉടമ്പടി എടുത്തത് 2024 2-ാം മാസത്തിലാണ്. അന്ന് ഉടമ്പടി എടുക്കാൻ വരുമ്പം ഞങ്ങൾക്ക് ഇവിടത്തെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. അമ്മയുടെ ഒരു കൂട്ടുകാരി പറഞ്ഞതിൻ്റെ നിമിത്തമായിട്ടാണ് നമ്മളിവിടെ വന്നത്. എൻ്റെ ആദ്യത്തെ ഒരു ആഗ്രഹമെന്ന് പറയുന്നത്, എനിക്ക് 7 വർഷമായിട്ട് കുട്ടികളില്ലായിരുന്നു. ഒരു കുഞ്ഞാവുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ആഗ്രഹം. അന്നേരം ഹോസ്പിറ്റലുകളിലൊക്കെ പോയിട്ടും എനിക്ക് AMH വാല്യൂ കുറവായിരുന്നു. അത് നിമിത്തം എനിക്ക് കുട്ടികളാവാൻ താമസം എടുക്കുമെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. വലിയ ട്രീറ്റ്മെൻറ്റുകളൊക്കെ പറഞ്ഞെങ്കിലും നമ്മളതൊന്നും ചെയ്തില്ല. പിന്നെ ഇവിടെ വരികയും ഉടമ്പടി എടുത്തു. ഫസ്റ്റ് ഉടമ്പടി എടുത്തു, പുതുക്കാൻ വന്നു. ഫസ്റ്റ് അതേ ഡേറ്റിൽ തന്നെ പുതുക്കാനൊക്കെ വന്നു, ഒന്നും സാധിക്കുന്നില്ല. 2ാമത്തെ പ്രാവശ്യവും വന്നു, പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുന്നില്ല. അന്നേരം 3ാമത്തെ പ്രാവശ്യം ഞാനിവിടെ വന്നപ്പം ഞാൻ ഫുള്ള് ഡെസ്പായിട്ടാണ് വന്നത്. ഒന്നും സാധിക്കുന്നില്ലല്ലോ, എല്ലാവർക്കും എല്ലാം നടത്തി കൊടുക്കുന്നു, പക്ഷേ എനിക്ക് മാത്രം ഒന്നും ഇതാവുന്നില്ല. അങ്ങനെ ഞാൻ ക്ലാസ്സിലിരിക്കുമ്പം എനിക്ക് ക്ലാസ് ഇങ്ങനെ കേൾക്കാനും ഒരു ശ്രദ്ധയൊന്നും തോന്നുന്നില്ല. ഞാനിങ്ങനെ ഒരലസമായിട്ടൊക്കെ ഇരിക്കുകയാണ്.
അന്നേരം പുറകിൽ നിന്നൊരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ അപ്പുറത്തിരിക്കുന്നവരൊക്കെ പലരും അലക്ഷ്യമായിട്ട് ഇരിക്കുന്നുണ്ട്, പക്ഷേ അവരെ ആരും വിളിച്ചില്ല. ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു പേപ്പർ എഴുതി തന്നു. അത് ഒരു സുവിശേഷ വചനമായിരുന്നു. അത് എൻ്റെ കയ്യിൽ അന്നേരം ബൈബിളൊന്നും ഇല്ലാത്തതുകൊണ്ട് നോക്കാൻ കഴിഞ്ഞില്ല. ഞാൻ വീട്ടിൽ ചെന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത്. അതിൻ്റെ ഒരു വരികൾ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. ഇങ്ങനെ അലസത കൂടാതെ ഇരുന്ന് പ്രാർത്ഥിക്കുമെന്നായിരുന്നു. അന്നേരം എനിക്ക് എന്തോ ഒരു വിഷമം തോന്നി. ഞാനിവിടെ വന്നിട്ട് അതും അന്ന് മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ദിവസമായിരുന്നു. അന്നൊരു ദിവസം വന്നിട്ട് പോലും ഞാനിങ്ങനെ അലസമായിട്ട് ഇരുന്നല്ലോ എന്നുള്ള ഒരു വിഷമം പോലും എനിക്ക് വന്നു. പിന്നെ ഞാൻ വീട്ടിൽ പോയി. നെക്സ്റ്റ് മന്ത് ഹസ്ബൻഡ് വന്നു. അപ്പോഴത്തേക്ക് എനിക്ക് സന്തോഷമായി. എന്തായാലും തേർഡ് പുതുക്കലും കഴിഞ്ഞല്ലോ, അന്നേരം കുട്ടി ആവുമല്ലോ. അന്നേരം 1 മാസത്തിനകം തന്നെ എനിക്ക് പ്രഗ്നൻ്റ് ആവാൻ കഴിഞ്ഞു. 7 വർഷത്തിന് ശേഷമാണെന്ന് ആലോചിച്ചോണം. അന്നേരം ഒരുപാട് സന്തോഷമുണ്ടായി. ഫസ്റ്റ് നമ്മൾ ഡോക്ടറിനെ കണ്ടു, എല്ലാം ചെക്ക് ചെയ്തപ്പോൾ പറഞ്ഞു ട്വിൻസ് ആണ് എന്ന് പറഞ്ഞു. അന്നേരം സാക്കൊക്കെ വന്നിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. വളരെ ചെറിയ വീക്സിൽ, അതായത് 9 വീക്സിൽ തന്നെ ബ്ലീഡിങ് ആയി. ഹോസ്പിറ്റലിൽ ചെന്നു, അവർ ഇഞ്ചക്ഷനൊക്കെ ചെയ്തു, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വിട്ടു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പിന്നെയും ബ്ലീഡിങ് ആയി. ബ്ലീഡിങ് എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു. ആ ഒരു ചെറിയ ആഴ്ചയിൽ ബ്ലീഡിങ് വന്നു കഴിഞ്ഞാൽ കുട്ടിയെ കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. അന്നേരം ഡോക്ടർ പറഞ്ഞു, ഇങ്ങനെ ആണെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. 3 പ്രാവശ്യം വന്നിട്ടും ബ്ലീഡിങ് നിൽക്കുന്നില്ല, ആഴ്ചയിൽ പോകുന്നു വരുന്നു, ബ്ലീഡിങ് നിൽക്കുന്നില്ല, അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ആയപ്പം ഹസ്ബൻഡിൻ്റെ വീട്ടുകാരൊക്കെ പറഞ്ഞു, ഇനി നമുക്ക് ആ ഹോസ്പിറ്റലിൽ കാണിക്കണ്ട, വേറെ ഹോസ്പിറ്റലിൽ കാണിക്കാമെന്ന്. അങ്ങനെ ഞാൻ വേറെ ഹോസ്പിറ്റലിൽ പോയി കാണിച്ചു. ഡോക്ടർ മരുന്നൊക്കെ തന്ന് വീട്ടിൽ വിട്ടു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പിന്നെയും ബ്ലീഡിങ്. അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് ട്വിൻസിലെ ഒരു കുട്ടി അങ്ങ് പോയി. അന്നേരം ഒരാളും ഉണ്ട്. അന്നേരം ഡോക്ടർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇതിനെ കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം ഇരിക്കുന്ന ഭ്രൂണത്തെക്കാട്ടിൽ വലുതായിട്ട് സബ്കോറിയോണിക് ഹെമറ്റോമ എന്ന് പറയുന്ന കണ്ടീഷനാണ്. ബ്ലഡ് ക്ലോട്ട് അതിനും വലിയ വലുപ്പത്തിലുണ്ട്, കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണെന്ന് പറഞ്ഞു. ഞാൻ അന്നേരം പിന്നെ പ്രാർത്ഥിക്കാതെ ആയി. ഞാൻ ഈ മാതാവിനോട് പറഞ്ഞു, ഞാനിനി മാതാവിനെ വിളിക്കില്ല, എനിക്ക് ഈ കുട്ടീനെ കിട്ടാതെ ഞാൻ ഇനി കൃപാസനത്തിൽ വരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പം എൻ്റെ അമ്മയുടെ ആ കൂട്ടുകാരിയെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ പ്രശ്നമായി, അവൾ ഇങ്ങനെയൊക്കെ പറയുന്നു, ഇത്രയും വിഷമമൊക്കെ തന്നിട്ടും മാതാവ് കുട്ടീനെ എടുക്കുമെന്നാണ് തോന്നുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടായി. ആ ഒരു നിമിഷത്തിൽ ഇവിടെ ആ കൂട്ടുകാരി ഇവിടെ വരാനിടയാവുകയും, ജോസഫച്ചൻ അങ്ങനെ വേറൊരാളുടെ കാര്യം പറയരുതെന്ന് പറയുമല്ലോ, സ്വന്തം ആവശ്യത്തിന് വരണമെന്ന്. പക്ഷേ എൻ്റെ ഫോണിൽ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പ്രാർത്ഥിച്ചപ്പോൾ, അതായത് പ്രഗ്നൻ്റ് ആവുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ഇതിനുള്ള സയൻസ് മാതാവ് തന്നെ, അതായത് മാതാവ് തന്നെയാണ് എനിക്ക് കുട്ടിയെ തരുന്നതെന്നുള്ള ഇതായിട്ട് ഞാനൊരു മെഴുകുതിരിയിൽ കണ്ട ദൃശ്യങ്ങൾ നിങ്ങളെ കാണിക്കാം. അതിനകത്ത് ഒരു ഗ്രാവിഡ് യൂട്രസിനകത്തുനിന്ന് ഒരു കുട്ടി കുമ്പിട്ട് നിൽക്കുന്ന ഒരു മെഴുകുതിരിയിൽ തെളിഞ്ഞു. അപ്പുറത്ത് മാതാവ് കൈവിരിച്ച് നിൽക്കുന്നതും. അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ഇത് എന്താ എന്നൊക്കെ ഞാനിങ്ങനെ വിചാരിച്ചു. പിറ്റേ ദിവസം ഞാൻ നോക്കിയപ്പോൾ ഒരു ഭ്രൂണത്തിൻ്റെ ഫോട്ടോ തെളിഞ്ഞു. അങ്ങനെ ഈ 2 കാര്യങ്ങളും വന്നിട്ട് ഞാൻ എന്താണെന്നോ മനസ്സിലാവാതിരുന്നു. പക്ഷേ ആ പുതുവർഷത്തിൽ ഇതാ ഞാൻ പുതിയൊരു കാര്യം ചെയ്യുന്നു, അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ല എന്നൊരു മെസ്സേജ് എൻ്റെ ഫോണിൽ ഞാൻ ഇൻസ്റ്റ തുറന്നപ്പോൾ കാണാനിടയായി. അന്നേരവും എനിക്ക് എന്താന്ന് തോന്നി, അങ്ങനെയാണ് ഞാൻ എൻ്റെ പീരീഡ്സിൻ്റെ ഡേറ്റ് ആകുന്നതിന് മുമ്പ് തന്നെ കാർഡിലിട്ട് നോക്കിയപ്പം പോസിറ്റീവ് കാണിച്ചത്. അങ്ങനെയാണ് ഇത്രയും പ്രഗ്നൻസി ജേർണി നടന്നത്. പക്ഷേ ആ ഒരു കാര്യമൊക്കെ ഞാൻ ഓർത്തിട്ട് മാതാവ് ഈ കുട്ടീനെ തരുമെന്ന് എനിക്കൊരു വിശ്വാസമില്ലായിരുന്നു ലാസ്റ്റ് വരെയും. പക്ഷേ എന്തെന്ന് അറിയാം, ഇവിടുന്ന് ജോസഫ് ആ ലേഡിയുടെ കയ്യിൽ ഒരു ലോക്കറ്റ് എനിക്ക് തന്നു വിട്ടു. എന്നിട്ട് പറഞ്ഞു, ഇവിടുന്ന് നിങ്ങൾ ഒരു തേനും വാങ്ങിച്ച് ആ കുട്ടിക്ക് കൊടുക്കണമെന്ന്, അത് 2 നേരം ഓരോ തുള്ളി വീതം കഴിക്കണമെന്നും പറഞ്ഞു. അങ്ങനെ ഞാനത് ഫോളോ ചെയ്തു, പ്രാർത്ഥിച്ചു. പിന്നെ ആ ലോക്കറ്റ് ഞാൻ ഡെലിവറി വരെയും ധരിച്ചുകൊണ്ടേയിരുന്നു. ആ ഒരു പോസിറ്റീവ് എനർജി എന്നിലേക്ക് അന്നേരം തൊട്ട് ഉണ്ടായിരുന്നു, നേരത്തെയും ഉണ്ടായിരുന്നു. പക്ഷേ അത് എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ഞാനത് തിരിച്ചറിയാൻ വൈകി. പക്ഷേ എൻ്റെ ഒരു കുഴപ്പമില്ലാതെ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ എനിക്ക് മാതാവ് ഈശോ എടുത്ത് പറഞ്ഞ് പിതാവായ ദൈവത്തിൽ നിന്ന് വാങ്ങിച്ചു തന്നതാണ്. അവൻ്റെ പേര് ആഹൻദാസ് എന്നാണ്. അവനൊരു കുഴപ്പമില്ല, അവൻ ആരോഗ്യവാനായിട്ട് ഇപ്പോൾ എൻ്റെ കൂടെ ഉണ്ട്. പിന്നെ ഇതെൻ്റെ അമ്മയാണ്. അമ്മയ്ക്കും ഒരുപാട് അനുഗ്രഹങ്ങൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അമ്മയും ഉടമ്പടി എടുത്തപ്പം ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ ഹസ്ബൻഡ് അച്ഛന് പെൻഷൻ മുടങ്ങി കിടക്കുകയായിരുന്നു.
10 വർഷമായിട്ട് പെൻഷൻ കിട്ടാതെ കിടക്കുമായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് 2 മാസം കഴിഞ്ഞപ്പോൾ തന്നെ അതിനൊരു പോസിറ്റീവായിട്ടൊരു ഇത് വരികയും പെൻഷൻ തുക മൊത്തമായി കിട്ടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. പിന്നെ വലുതും ചെറുതുമായ ഒരുപാട് കാര്യങ്ങൾ മാതാവ് എനിക്ക് നേടി തന്നിട്ടുണ്ട്. കുഞ്ഞിനെ മാതാവ് തന്നെയാണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹം എനിക്ക് മനസ്സിലായതെന്ന് പറഞ്ഞാൽ ഈ കുട്ടി 7 വർഷമായിട്ട് എനിക്ക് ആവാതിരുന്നതാണ്. ഒരു മെഡിക്കൽ സഹായങ്ങളും ഇല്ലാതെ, ഒരു മരുന്ന് പോലും ഞാൻ കഴിക്കാതെയാണ് എനിക്കായത്. ഒന്ന്. രണ്ടാമത്തത്, ഞാൻ എവിടെയൊക്കെ പോകുന്നുണ്ടോ അവിടെയൊക്കെ എനിക്ക് ഓരോരോ സയൻസ് മാതാവ് കാണിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പോകുന്ന ഹോസ്പിറ്റലുകളിൽ എപ്പം ഞാൻ ചെന്നാലും മറ്റു ബെഡുകളിലൊക്കെ നോക്കുമ്പോൾ ഗ്രീൻ കളറൊക്കെയാണ് അവിടെ വിരികൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഞാൻ എവിടെ ചെന്നാലും അവിടെ ആഷ് കളറായിരിക്കും. ആഷ് കളർ എനിക്ക് മാതാവിൻ്റെ ഒരു സൈനായിട്ട് എപ്പോഴും മാതാവ് കാണിച്ചുകൊണ്ട് ഇരുന്ന ഒരു കാര്യം. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ആത്മീയ ജീവിതം എന്ന് പറയുന്നത്, ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. നേരത്തെ തന്നെ എനിക്ക് ഈശോയായിട്ടൊരു കണക്ഷൻ ഇവിടെ വരുന്നതിന് തന്നെ മുമ്പേ ഉള്ളതാണ്. എനിക്ക് ഈശോയെ ഒരുപാട് ഇഷ്ടമായിരുന്നു. ഇവിടെ വന്നപ്പോൾ അത് ഒന്നുകൂടെ മാതാവ് എന്നെ ഊട്ടി ഉറപ്പിക്കാൻ സഹായിച്ചു. പിന്നെ ഞാൻ ജപമാല ചൊല്ലാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. ഇടയ്ക്കിടയ്ക്കൊക്കെ മുടങ്ങിയാലും ഞാനത് പ്രാർത്ഥിക്കാറ് തന്നെ ഉണ്ട്. പിന്നെ പത്രം വിതരണം ഞാൻ ബസ് സ്റ്റാൻഡുകളിലും പൊതുനിരത്തിലുമൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫുഡ് ഞാൻ ഉപവാസം എടുക്കുന്ന ദിവസം എൻ്റെ ഫുഡ് ഞാൻ മറ്റുള്ളവർക്ക് ചോറായിട്ട് കൊടുത്തിട്ടുണ്ട്. വൃദ്ധസദനങ്ങളിൽ പൈസ കൊടുക്കാറുണ്ടായിരുന്നു അന്നദാനത്തിന് വേണ്ടി. പിന്നെ ഞാൻ ബൈബിൾ റീഡ് ചെയ്യാറുണ്ട്. ബൈബിൾ ഫുള്ള് വായിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ പകുതി വെച്ചിപ്പം കുട്ടിയൊക്കെ ആയതുകൊണ്ട് തിരക്കായതുകൊണ്ട് അത് മുടങ്ങിയിരിക്കുന്നു. ഡെയിലി ബ്രെഡ് കാണാറുണ്ടായിരുന്നു. പിന്നെ അച്ഛൻ്റെ ധ്യാനം ചൊവ്വാഴ്ചത്തെ അന്നെന്നുള്ളത് എനിക്ക് കാണാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഞാനത് എപ്പോഴേലുമൊക്കെ ആയിട്ട് കണ്ടു തീർക്കാറുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഈ ഫസ്റ്റ് ഉടമ്പടി എടുത്ത ആ ദിവസം വീട്ടിൽ ചെന്നപ്പം എനിക്ക് ഫീൽ ചെയ്ത ഒരു പ്ലസൻ്റായിട്ടുള്ള ഒരു സ്മെല്ല് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് കൂടുതലും കളേഴ്സാണ് മാതാവിൻ്റെ. അതുപോലെ തന്നെ ഞാൻ ഹോസ്പിറ്റലിലൊക്കെ ചെല്ലുമ്പം, ഈ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ചെല്ലുമ്പം എപ്പോൾ നോക്കിയാലും ഈ സിസ്റ്റർമാർ വരുന്നവരുടെയൊക്കെ കയ്യിൽ ഒന്നെങ്കിൽ മാതാവിൻ്റെ മോതിരം, അല്ലെങ്കിൽ മാതാവിൻ്റെ ഫോട്ടോ ഉള്ള ബ്രേസ്ലെറ്റ്, അല്ലെങ്കിൽ അവരുടെ കഴുത്തിൽ മാലയുടെ മാതാവിൻ്റെ ലോക്കറ്റ്, അങ്ങനെയൊക്കെ കുറേ സാന്നിധ്യങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ വന്നിങ്ങനെ സാക്ഷ്യം പറയാൻ പറ്റിയതിൽ ഒരിക്കൽ കൂടി അമ്മ മാതാവിനും ഈശോയ്ക്കും പിതാവായ ദൈവത്തിനും നന്ദി പറയുന്നു. ഇനിയും മുന്നോട്ട് ഈ ആത്മീയ ജീവിതം കൊണ്ടു നടക്കാൻ എനിക്ക് കഴിയണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കർത്താവിന് കഴിയാത്തത് എന്തെങ്കിലുമുണ്ടോ? നിശ്ചിത സമയത്ത് വസന്തത്തിൽ ഞാൻ നിൻ്റെ അടുത്ത് തിരിച്ചു വരും, അപ്പോൾ സാറായ്ക്ക് ഒരു മകനുണ്ടായിരിക്കും. ഉൽപ്പത്തി പുസ്തകം 13-14 വചനമാണ്. ദൈവത്തിന് അസാധ്യങ്ങളില്ല. സമയവും സാഹചര്യങ്ങളും മനുഷ്യപരിധികളും ദൈവത്തെ തടയുന്നില്ല. നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ സാറായുടെ കാര്യമാണ് ആ വചനത്തിൽ നാം കേട്ടത്. നമ്മുടെ ഉടമ്പടി ജീവിതത്തിൽ ഉടമ്പടിയും വിശ്വാസത്തിൻ്റെ ഒരു വലിയ അടയാളമാണ്. ഒരു ആത്മീയ ബന്ധമാണ് ദൈവവുമായിട്ട് നാം നടത്തുന്നത്. ദൈവം വാഗ്ദാനം ചെയ്തത് പൂർത്തിയാക്കുന്ന ഒരു ദൈവമാണ് എന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസമാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ. ഉടമ്പടിയിൽ അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാക്കുന്ന ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 37-ാം വചനം പറയുന്നത് പോലെ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. കാനായിലെ വിവാഹ വിരുന്നിൽ ആ കുടുംബത്തിൻ്റെ ആവശ്യം കണ്ടാണ് പരിശുദ്ധ അമ്മ അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞ് ഈശോയുടെ അരികിലേക്ക് പോയത്. അപ്പോൾ പിന്നീട് വന്ന് അമ്മ പറഞ്ഞത് അവൻ പറയുന്നത് ചെയ്യുക എന്നാണ്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ അവൻ പറയുന്നത് ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിലും കൂടുതൽ അനുഗ്രഹങ്ങൾ ഈശോയ്ക്കും അമ്മയ്ക്കും വർഷിക്കാനുള്ള ഒരു വഴി തുറക്കുകയാണ് നമ്മളും. അങ്ങനെയാണ് ഉടമ്പടി വിശ്വാസത്തോടെ ദൈവത്തോട് ചേരുമ്പോൾ നമ്മുടെ ഓരോ കാര്യങ്ങളും ദൈവം നടത്തി തരികയാണ്. ഡോക്ടർ കൃപാകൃഷ്ണൻ നമ്മളോട് ഷെയർ ചെയ്തത് ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു വലിയ അനുഭവമാണ്. കാരണം കഴിഞ്ഞ 7 വർഷത്തോളം കുട്ടികളില്ലാതെ പല ഹോസ്പിറ്റലിലും പോയി. ഡോക്ടർ ഒരു നല്ല ആയുർവേദ ഡോക്ടറാണ്. എന്നിട്ടും പല ട്രീറ്റ്മെൻറ്റ് നോക്കിയെങ്കിലും അതൊന്നും ഫലമില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴും ഈശോയുടെ അമ്മയുടെ അരികിലേക്ക് കണ്ണീരോടെ വരികയായിരുന്നു. അമ്മയും മകളും വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് 3-ാം പുതുക്കലിൽ
ആ പുതുക്കൽ വന്നപ്പം തന്നെ വളരെ വിഷമിച്ചാണ് വന്നത്. 2 പ്രാവശ്യം പുതുക്കി. 3-ാം പുതുക്കൽ വന്നപ്പോൾ ആകെ നിരാശപ്പെട്ട് കണ്ണീരോടെ വന്നിരുന്നപ്പോൾ അവിടെയും ദൈവ സാന്നിധ്യമാണ്. ഏതോ ഒരു വ്യക്തിയിൽ തോളിൽ തട്ടി ഒരു വചനം കൊടുക്കുകയായിരുന്നു. പിന്നീട് തിരിഞ്ഞു നോക്കിയപ്പോൾ ആ വ്യക്തി അവിടെ ഇല്ലായിരുന്നു. അവിടെയും ദൈവത്തിൻ്റെ ഒരു വലിയ സാന്നിധ്യമാണ്. നമ്മൾ നിരാശപ്പെടുന്ന നിമിഷങ്ങളിൽ കണ്ണീരോടെ കരയുമ്പോൾ ആരുമില്ല എൻ്റെ കൂടെ, ഞാൻ ഒറ്റയ്ക്കാണല്ലോ അമ്മ എന്ന് പറയുമ്പോൾ അമ്മ പല രൂപത്തിൽ പല രീതിയിലാണ് അമ്മയുടെ സാന്നിധ്യം നമുക്ക് പറഞ്ഞു തരുന്നത്. അങ്ങനെയാണ് ഈ മകൾക്കൊരു വചനം കൊടുക്കുകയും ആ വചനത്തിൽ പിന്നീട് പെട്ടെന്ന് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു ഉണർവാണ് നൽകിയത്. പ്രാർത്ഥനാ ജീവിതത്തിൽ ഒരു ഉണർവ് നൽകി ഈ മകളെ തിരിച്ചുവിടുകയായിരുന്നു. പിന്നെ 3-ാം പുതുക്കൽ കഴിഞ്ഞ് 1 മാസത്തിനുള്ളിലാണ് ഈ മകൾ കൺസീവ് ആണെന്നുള്ള ഒരു ഗുഡ് ന്യൂസ് കിട്ടിയത്. അവിടെ ഈശോയുടെയും അമ്മയുടെ ഒരു വലിയ അനുഗ്രഹമായിട്ടാണ് ഈ മകൾ കണക്കാക്കിയത്. കാരണം ആ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചപ്പോഴാണ് മകൾ പ്രാർത്ഥിച്ച ആ മെഴുകുതിരിയിൽ ഭ്രൂണത്തിൻ്റെ ഒരു നല്ലൊരു ഷേപ്പിൽ അമ്മ മാതാവ് ഒരു സൈൻ കൊടുത്തിരുന്നു. അതുകൊണ്ട് ഈ മകൾ വിശ്വസിച്ചു പൂർണ്ണമായിട്ടും ഇത് പരിശുദ്ധ അമ്മയെ ഈശോയും നൽകിയ ഉടമ്പടിയിൽ നിയോഗം വെച്ച പ്രാർത്ഥനയുടെ ഫലമാണെന്ന് ഈ മകൾക്ക് മനസ്സിലായത്. പിന്നീടാണ് കഠിനമായിട്ട് ബ്ലീഡിങ് വരികയും ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് ഈ മകളെ കിട്ടാനുള്ള ട്വിൻസായിരുന്നു. ഈ മകനെ കിട്ടാനുള്ള സാധ്യത വളരെ കുറവായപ്പോൾ വീണ്ടും നിരാശപ്പെട്ട് പ്രാർത്ഥിച്ചു. പിന്നീടാണ് അടുത്തുള്ള ഒരു സഹോദരി ഇവിടെ വരികയും ജോസഫ് അച്ഛനെ കാണുകയും ജോസഫ് അച്ഛൻ പ്രാർത്ഥിച്ചു കാശുരൂപം കൊടുക്കുകയും ഇങ്ങനെ സാധാരണ അച്ഛൻ ചെയ്യാറില്ല, പക്ഷേ ഈ മകൾക്ക് വേണ്ടി ഡോക്ടർ കൃപ കൃഷ്ണന് വേണ്ടി അച്ഛൻ അങ്ങനെ ചെയ്തു എന്നാണ് മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. അച്ഛൻ പ്രാർത്ഥിക്കുകയും ഒരു ലോക്കറ്റ് കൊടുക്കുകയും ഈ മകളോട് ആ സഹോദരിയോട് പറഞ്ഞത് ഉടമ്പടി തേൻ മേടിച്ച് മകൾക്ക് കൊടുക്കുവാനാണ് പറഞ്ഞത്. അത് ആ മകളുടെ കയ്യിലെത്തുകയും ആ നിമിഷം മുതൽ ബ്ലീഡിങ് സ്റ്റോപ്പാവുകയുമാണ് ചെയ്തത്. അവിടെയും ഈശോയുടെയും അമ്മയുടെ ഒരു വലിയ അനുഗ്രഹമാണ് നാം കാണുന്നത്. ബഹുമാനപ്പെട്ട ജോസഫ് അഞ്ചിൻ്റെ കൈവപ്പ് ശുശ്രൂഷ വഴി നമുക്കറിയാം, പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ജോസഫ് അച്ഛന് അതിനുള്ള ഒരു വലിയ അനുഗ്രഹമാണ്. 2 പ്രാവശ്യം ജോസഫ് അച്ഛന് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നേരിട്ട് കണ്ട വ്യക്തിയാണ്. ആ അച്ഛനാണ് അച്ഛൻ്റെ ആത്മീയ ജീവിതത്തിൽ 40 വർഷത്തെ പൗരോഹിത്യ ജീവിതവും ഒരു വലിയ ആസ്തിയുള്ള ആത്മീയ ജീവിതത്തിൻ്റെ ഒരു വലിയ ആസ്തിയുള്ള ഒരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ. ആ ജോസഫ് അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷ വഴി ഈ വ്യക്തി വന്നിട്ടില്ല, ആൾ വന്നിട്ടില്ല, ആളുടെ ഫോട്ടോയേ ഉള്ളൂ. ആ ഫോട്ടോ വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഈ മകൾക്ക് പൂർണ്ണമായിട്ട് സൗഖ്യം ലഭിക്കുകയും അങ്ങനെയാണ് ഈ കുഞ്ഞു മകന് അഹന് ജന്മം നൽകുകയും ചെയ്തത്. അതും ഈശോയുടെ വലിയ ഒരു അനുഗ്രഹമായിട്ടാണ്. ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല എന്നുള്ള ഒരു വലിയ ഒരു സാക്ഷ്യപ്പെടുത്തലാണിത്. പിന്നീട് ഈ മകൾ പറഞ്ഞത് 7 വർഷം കിട്ടാതിരുന്ന ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു എന്നാണ്. ഇതാണ് സമയചുരുക്കം. സമയചുരുക്കത്തിൻ്റെ അമ്മയാണ് നമ്മുടെ കൂടെയുള്ളത്. സമയഘടികാരം നെഞ്ചിൽ ചാർത്തി പരിശുദ്ധ അമ്മ ഈ പള്ളിയിൽ ഈ സന്നിധിയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അമ്മ നമ്മളോട് പറയുന്നുണ്ട്, അമ്മയ്ക്ക് സമയത്തിൻ്റെ മേലൊരു അധികാരമുണ്ട്. അങ്ങനെ ആ സമയത്തിന് മേലെ അധികാരമുള്ള കൃപാസനം അമ്മയുടെ പ്രാചീന ഫലമായിട്ട് 7 വർഷം സാധിക്കാത്ത കാര്യമാണ് ഇവിടെ ജീവിതത്തിൽ ഈശോയും അമ്മയും നടത്തി കൊടുത്തത് ഉടമ്പടിയിലൂടെ. പിന്നീട് മാതാവിൻ്റെ സാന്നിധ്യം പല പ്രാവശ്യവും ഓരോ പ്രാവശ്യം ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അമ്മ നമ്മുടെ കൂടെയുണ്ടെന്ന് ഈ മകൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു. കാരണം മറ്റു റൂമുകളെല്ലാം ഗ്രീൻ ആണെങ്കിൽ ഈ മകൾ എൻ്റർ ചെയ്യുന്ന റൂമിൽ ആഷ് കളർ ഗ്രേ കളറിന് ഉണ്ടായിരിക്കും. അങ്ങനെ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും എവിടെയൊക്കെ പോകുമ്പോഴും അമ്മയുടെ സാന്നിധ്യം ഈ മകളുടെ കൂടെ ഉണ്ടായിരുന്നത് മകൾ തീർച്ചപ്പെടുത്തുകയാണ്. കാരണം അമ്മ കൈവിടാത്ത ഒരമ്മയാണ്, നമ്മുടെ കൂടെയുള്ള ഒരമ്മയാണ്, നമ്മെ സംരക്ഷിക്കുന്ന അമ്മയാണ്. ആ അമ്മയുടെ സംരക്ഷണവും കരുതലുമാണ് ഡോക്ടർ കൃപാകൃഷ്ണൻ നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത്. നമ്മുടെ ജീവിതത്തിലും ഉടമ്പടി ജീവിതം കൂടുതൽ തീഷ്ണതയോടെ, കൂടുതൽ ആത്മാർത്ഥതയോടെ, കൂടുതൽ വിശ്വാസത്തോടെ നമുക്ക് മുന്നോട്ട് നയിക്കാം. കൃപാസന മരിയൻ ഉടമ്പടിയിൽ ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ അനുഗ്രഹം ഉറപ്പാണെന്ന് നമുക്ക് വിശ്വസിക്കാം. ഡോക്ടർ കൃപാകൃഷ്ണൻ തന്നെയുമല്ല അച്ഛൻ്റെ കാര്യവും പെൻഷൻ്റെ കാര്യവും പറഞ്ഞത് അവിടെയും യേശുവിടെ അമ്മയുടെ ഒരു വലിയ ഇടപെടലാണുള്ളത്. പലരും പറയാറുണ്ട്, എനിക്ക് കുഞ്ഞുങ്ങളുണ്ട്, എനിക്ക് കാരുണ്യ പ്രവർത്തികൾ ചെയ്യാൻ പറ്റില്ല എന്ന്. പക്ഷേ ഇവിടെ ഡോക്ടർ കൃപാകൃഷ്ണൻ ഈ കുഞ്ഞു ഭാവയും പിടിച്ചുകൊണ്ടാണ് മറ്റ് കാരുണ്യ പ്രവർത്തികൾ ചെയ്തത്. നമുക്ക് ഈശോയ്ക്ക് ചെയ്യാവുന്ന ഒരു കാര്യം കാരുണ്യ പ്രവർത്തികളും ഈശോയെ മഹത്വപ്പെടുത്തുകയുമാണ്. അതും ഡോക്ടർ ചെയ്യുവാനായിട്ട് മറന്നില്ല. ഈശോയെ അമ്മയെ മഹത്വപ്പെടുത്തുവാനും മറ്റു കാരുണ്യ പ്രവർത്തികൾ ചെയ്യുവാനും ഈശോയ്ക്ക് നന്ദി പറയാനുമായിട്ടാണ് പരിശുദ്ധമ്മയുടെ സന്നിധിയിൽ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് നമ്മുടെ ജീവിതവും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഉയർത്തുവാനും നമുക്ക് പ്രാർത്ഥിക്കാം. ഡോക്ടർ കൃപാകൃഷ്ണന് കുടുംബത്തിൽ ലഭിച്ച വലിയ അനുഗ്രഹങ്ങൾക്ക് നമ്മൾക്ക് കരങ്ങളടിച്ച്. എൻ്റെ പേര് ഫെബി.
ഞാൻ വാഴക്കുളം ഇടവകയിൽ നിന്ന് വരുന്നു. ആദ്യമായി ഈശോയ്ക്കും അമ്മ മാതാവിനും നന്ദി പറഞ്ഞു തുടങ്ങുന്നു. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് ജനുവരി 23, 2026 ഇന്ന് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി പുതുക്കുവാനായിട്ട് വന്നതാണ്. അതിനു മുമ്പ് ലഭിച്ച ചില അനുഗ്രഹങ്ങളെപ്പറ്റി നിങ്ങളുടെ മുമ്പിൽ പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മാതാവിന് ഈശോയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നു. എൻ്റെ ഹസ്ബൻഡ് ഷിമോഗയിൽ സ്പൈസസ് ബോർഡിലാണ് വർക്ക് ചെയ്തിരുന്നത്. 3 വർഷം കഴിയുമ്പോൾ നോർമലി അവർക്ക് ട്രാൻസ്ഫർ കിട്ടുന്ന സമയമാണ്. അപ്പോൾ ഒത്തിരി നാളായിട്ടും ട്രാൻസ്ഫർ 3 വർഷം കഴിഞ്ഞ് 4 വർഷമാവാറായി ട്രാൻസ്ഫർ കിട്ടിയില്ല. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ കൂടെയുള്ള പലരും പറയും, ഫെബി കൃപാസനത്തിലൊന്ന് പോയി ഒന്ന് പ്രാർത്ഥിക്കുക. പക്ഷെ അത് പറയുമ്പോഴും എൻ്റെ മനസ്സിൽ അത്ര, ഞാനിങ്ങനെ ഒത്തിരി കേട്ടിട്ടുണ്ട്. എൻ്റെ മദറിനില്ല ഇവിടെ വന്ന് ഫസ്റ്റ് ഉടമ്പടി എടുത്തതാണ്. എന്നാൽ എനിക്ക് അത്ര വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. ചില സമയങ്ങളിൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, മാതാവിനോട് കൂടുതൽ ഭക്തിയെന്ന് എനിക്കിവിടെ വന്നപ്പോഴാണ് മാതാവിൻ്റെ മധ്യസ്ഥം വഴി ദൈവം നേടിത്തന്ന അനുഗ്രഹങ്ങളെപ്പറ്റി പൂർണ്ണമായിട്ട് ബോധ്യമായത്. പിന്നെ ഹസ്ബൻഡ് ഷിമോഗയിൽ ആയിരുന്നു. ഞങ്ങൾ നാട്ടിലുണ്ടായിരുന്ന സമയത്ത് ഇവിടെ വന്ന് ഒരുമിച്ചാണ് ഉടമ്പടി എടുത്തതിന് ശേഷം 1.5 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹത്തിന്, ഞാൻ എന്നും മനസ്സിൽ പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ എറണാകുളത്തിനൊരു ട്രാൻസ്ഫർ തന്നെ അനുഗ്രഹിക്കണമേ എന്ന്, എങ്കിൽ വീട്ടിൽ നിന്ന് പോയി വരാമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് കൃത്യം 1.5 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും അവരുടെ ഹെഡ് ഓഫീസിലേക്ക് അദ്ദേഹത്തിന് ട്രാൻസ്ഫർ കിട്ടി. അതിന് ഞാൻ മാതാവിനും ഈശോയ്ക്കും പ്രത്യേകം നന്ദി പറയുന്നു. പിന്നെ ഈ കാര്യം ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ഈ ഉടമ്പടി വെച്ച ഒരാഗ്രഹമായിരുന്നു അതെനിക്ക് മാതാവ് സാധിച്ചു തന്നു. പിന്നീട് എൻ്റെ മകളുടെ പേര് അൻമരിയ ദീപക്. അവൾ 10th CBSE ബോർഡ് എക്സാം എഴുതി. അത് പറയുകയാണെങ്കിൽ കുട്ടി നന്നായി പഠിക്കുമായിരുന്നു. 9ാം ക്ലാസ് വരെ ഒരു ടോപ്പറൊക്കെ ആയിരുന്നു. 10ാം ക്ലാസ് ആയപ്പോഴത്തേനും ഇവൾക്ക് എപ്പോൾ പുസ്തകം തുറന്നാലും അപ്പോൾ ഉറക്കമാണ്. ഞാൻ എപ്പോൾ നോക്കിയാലും ഇവൾ കണ്ണടച്ചിരുന്ന് ഉറങ്ങുന്നതാണ് കാണുന്നത്. അപ്പം ബാക്കി എല്ലാ സബ്ജക്റ്റിനും നല്ല മാർക്കുണ്ട്. മാത്സിന് മാത്രം എപ്പോഴും മാർക്കിൽ താഴേക്ക് പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ ടീച്ചേഴ്സ് എപ്പോഴും നമ്മുടെ അടുത്ത് പറയും, ആൻമരിയ ഇങ്ങനെ ആയാൽ എങ്ങനെ ശരിയാവും, ഇതെന്താ ആൻമരിയയ്ക്ക് പറ്റിയത്. നമുക്കും അറിയില്ല, വീട്ടിലിരുന്ന് മാത്സ് ചെയ്തൊക്കെ പഠിക്കേണ്ടത്. പക്ഷെ നമുക്കൊരു എന്താ ഇവൾക്ക് പറ്റണേന്ന് അറിയില്ല. ഇവൾ പഠിക്കുന്നുണ്ട്, പക്ഷെ ഉറക്കം നന്നായിട്ടുണ്ട്. അപ്പോഴും എനിക്ക് എൻ്റെ മനസ്സിലേക്ക് വന്നു, ഇനി മാതാവിൻ്റെ അടുത്തൊന്ന് പോയേക്കാം, ഇവിടെ വന്നൊന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാമെന്ന്. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഭയങ്കര വിഷമമായിരുന്നു എനിക്ക്. കാരണം ഇത്രയും നന്നായി പഠിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടിക്ക് മാത്സിന് മാത്രം എനിക്ക് കാരണം ചെറുപ്പം മുതലേ ഇവരുടെ കാര്യങ്ങൾ ഞാൻ പഠിത്തത്തിൽ വളരെയധികം ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ ഇവർക്ക് മാത്സിന് മാത്രം മാർക്ക് കുറഞ്ഞു പോയി. എനിക്ക് എന്തോ ഒരു വലിയ കാര്യമാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്കത് ഭയങ്കര വിഷമമായിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ആ വളവ് തിരിയുമ്പോഴത്തേന് ഇവളുടെ ബോർഡ് എക്സാമിൻ്റെ അവളുടെ ടൈം ടേബിൾ വന്നു. അപ്പോഴും ഞാൻ പറഞ്ഞു, ചിലപ്പോൾ ഇതൊരു അനുഗ്രഹമായിരിക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ പോയി. അവിടെ ചെന്ന് എല്ലാ ദിവസവും ഞാൻ ഇവളുടെ നെറ്റിയിൽ തൈലം പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അതിന് ശേഷം ഉറക്കത്തിൽ ചെറിയ മാറ്റമൊക്കെ കണ്ടു തുടങ്ങി. അത് കഴിഞ്ഞ് ഇവൾ തന്നെ മാത്സ് വേറെ ആരുടെയും ഹെൽപ്പൊന്നുമില്ല, ചെറുതായിട്ട് ട്യൂഷനൊന്നും പോയി. ലാസ്റ്റ് ആയപ്പോഴത്തേനും ഇവൾ ചെയ്ത് പഠിച്ചു. എന്നാലും നമുക്ക് ഇവളെ വരുമ്പോൾ പറയും കുഴപ്പമില്ലായിരുന്നു എക്സാം, ചോദിക്കുന്നത് തന്നെ ദേഷ്യമായി തുടങ്ങി. അമ്മ എന്തിനാ ഇങ്ങനെ ചോദിക്കണത്, കിട്ടുവാണെങ്കിൽ കിട്ടും, അത്രയേ ഉള്ളൂ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ നമ്മുടെ ഉള്ളിലൊരാദി, എന്നാലും ദൈവമേ മാത്സിന് മാത്രം മാർക്ക് പുറകോട്ട് പോകുമെന്ന്. അവസാനം ബോർഡ് എക്സാം വന്നു. ഞാനും എൻ്റെ ഹസ്ബൻഡും നാട്ടിലുള്ള സമയത്ത് ഒരുമിച്ചായിരുന്നു രാവിലെയും വൈകിട്ടും ഉടമ്പടി പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നത്. മക്കളുടെ നെറ്റിയിലും തൈലം പൂശി പ്രാർത്ഥിക്കുമായിരുന്നു. ഇവൾ ബോർഡ് എക്സാമിന് പോകുന്ന സമയത്ത് ഞാൻ ഇവളുടെ നെറ്റിയിൽ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുമായിരുന്നു. നെറ്റിയിൽ തൈലം പുരട്ടി ഇവൾ ഉപയോഗിക്കുന്ന പേനയിൽ ഉപ്പ് വിതറി ഞാൻ അവളോട് പറയുമായിരുന്നു, ഈ ഉപ്പിച്ചിരി എടുത്ത് നീ പ്രാർത്ഥിച്ചിട്ട് എഴുതണം, ഒരു വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിട്ടേ നീ എക്സാം എഴുതാവുള്ളൂ. ഫസ്റ്റ് എക്സാം മാത്സ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഞാൻ ഈ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നു, മാതാവ് രക്ഷിക്കും. പക്ഷേ ഇവളിൽ ഒരു ടെൻഷനും ഞാൻ കണ്ടില്ല. എക്സാം എഴുതി ഇവൾ വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞു, ഇവർക്ക് 3 ടൈപ്പ് ക്വസ്റ്റ്യൻ പേപ്പറുണ്ട്. അപ്പം അവൾ പറഞ്ഞു, അമ്മ എനിക്ക് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് കിട്ടിയത്, ഒരു 96 ഒക്കെ കിട്ടുമായിരിക്കും. അപ്പം ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, 96 ഒന്നും വേണ്ട, ഒരു 90 ഒക്കെ കിട്ടിയാൽ മതിയായിരുന്നെന്ന് പറഞ്ഞു. അവസാനം ഇവളെ ബാക്കി എല്ലാ സബ്ജക്റ്റും സ്കോർ ചെയ്യുന്നത് നമുക്കറിയാമെങ്കിൽ ഈ മാത്സിൻ്റെ കാര്യത്തിൽ എൻ്റെ ഉള്ളിലൊരു ടെൻഷനായിരുന്നു. പിന്നെ നമ്മളറിയാത്തൊരു ദിവസം എക്സാമിൻ്റെ റിസൾട്ട് വന്നു, വിഷുവിൻ്റെ അന്നാണ്. ഒട്ടും വിചാരിച്ചില്ല, അതുകൊണ്ട് ഒരു ടെൻഷനും ഉണ്ടായാലും ഉച്ചയായപ്പോഴാണ് അറിഞ്ഞത്.
എക്സാമിന് റിസൾട്ട് വന്നപ്പോൾ 98.6% മാർക്ക്, സ്കൂളിൽ 3rd ടോപ്പറായിട്ടാണ് ഇവൾ പാസ്സായത്. അത് ഞാൻ 97% മാർക്ക് മാത്സിനുണ്ടായിരുന്നു. ഞാനത് മാതാവിൻ്റെ ഒരു പ്രത്യേക ഇവൾക്ക് കഴിവുണ്ടായിരുന്നു, പക്ഷെ 10ൽ എനിക്ക് ഒരു രീതിയിൽ ആ മാർക്ക് കിട്ടിയത് എങ്ങനെയാണെന്ന് ദൈവത്തിൻ്റെയും മാതാവിൻ്റെ ഒരു പ്രത്യേക അനുഗ്രഹമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് തന്നെ വന്ന് കൃത്യം ഉടമ്പടി പുതുക്കുന്ന ദിവസമാണ് ഇന്ന് സാക്ഷ്യപ്പെടുത്തി മാതാവിന് നന്ദി പറയുന്നത്. പിന്നെ ഞാൻ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇപ്പോൾ 3 മാസമേ ആയുള്ളൂ. 2 പ്രാവശ്യം ഇതിൻ്റെ ഉള്ളിൽ ഞാൻ വന്നിരുന്നു. ഇവളുടെ എക്സാമിന് ആദ്യം വന്നു, പിന്നെ ഇവളുടെ എക്സാമിന് തൊട്ട് മുമ്പ് അങ്ങനെ വന്ന് പത്രം വാങ്ങിച്ച്, ഞാൻ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്തതെന്ന് പറഞ്ഞു. അവിടെയുള്ള ചോദിക്കുമായിരുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുമോ എന്ന് ചോദിച്ച് ഞാൻ പത്രം വിതരണം ചെയ്യുമായിരുന്നു. പിന്നെ ചെയ്തിരുന്ന കാര്യം, എൻ്റെ മുമ്പിൽ ആരെങ്കിലും ഒരു ബുദ്ധിമുട്ടുമായിട്ട് വന്നാൽ ഞാൻ അവർക്ക് എന്നെക്കൊണ്ടാകുന്ന രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. ഇനിയും ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ദീപക്. ഞാൻ എൻ്റെ വൈഫ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞാൻ വർഷങ്ങളോളം കർണാടകയിൽ ജോലി ചെയ്യുകയായിരുന്നു. ഒരു ട്രാൻസ്ഫർ നാട്ടിലോട്ട് കിട്ടാൻ വേണ്ടി ഒത്തിരി ആഗ്രഹിച്ചിരുന്നു. 3 വർഷം കഴിഞ്ഞിട്ടും കിട്ടിയില്ല. ആ സമയത്താണ് ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത്. ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് 1 മാസം കഴിഞ്ഞപ്പോൾ കൃത്യം നാട്ടിലേക്ക് കിട്ടുകയും വീട്ടിൽ നിന്ന് പോയി വരാൻ പറ്റുന്ന ഒരു അകലത്തിൽ കുടുംബത്തോടൊപ്പം ആയിരിക്കാൻ സാധിക്കുകയും ചെയ്തതിൽ തീർച്ചയായിട്ടും അത് ദൈവാനുഗ്രഹമാണെന്ന് ഞാനും എൻ്റെ കുടുംബവും വിശ്വസിക്കുന്നു. അതിന് ഞങ്ങളെ സഹായിച്ച ദൈവത്തിന് പ്രത്യേകം ഞങ്ങൾ നന്ദി പറയുന്നു. വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസ്കാർക്ക് എഴുതിയ 2-ാം ലേഖനം 6-ാം അധ്യായം 2-ാം തിരുവചനം. അവിടുന്ന് അരുളി ചെയ്യുന്നു, സ്വീകാര്യമായ സമയത്ത് ഞാൻ നിൻ്റെ പ്രാർത്ഥന കേട്ടു, രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിക്കുകയും ചെയ്തു. ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം, ഇതാ ഇപ്പോൾ രക്ഷയുടെ ദിവസം. രക്ഷിക്കപ്പെടുവാൻ വേണ്ടി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഉടമ്പടി പ്രാർത്ഥനയാണ് ഒരു പ്രത്യേക ജീവിത രീതിയായ ഈ ഉടമ്പടി പ്രാർത്ഥന. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനിലൂടെ നമുക്ക് ഈ പ്രാർത്ഥനാ പദ്ധതി നൽകുമ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ ദുരന്തങ്ങളിൽ നിന്നും നമുക്ക് വിമുക്തി നേടുന്നതിനും നമ്മുടെ കുടുംബത്തിലേക്കും നമ്മുടെ സമൂഹത്തിലേക്കും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്കും ഈശോ കടന്നു വരുവാനും നിത്യതയോളം അവിടത്തോടൊപ്പമായിരിക്കുവാൻ വേണ്ടിയാണ് ഈ ഉടമ്പടി എന്ന പ്രാർത്ഥന വളരെ ശക്തമായി നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദീപകിൻ്റെയും ഫെബിയുടെയും കുടുംബത്തിൽ ഈശോ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുകയാണ് ഇന്ന് ഫെബി ഈ അൾത്താരയിൽ ഏറ്റുപറഞ്ഞത്. ഹസ്ബൻഡ് ഷിമോഗയിൽ കുറച്ചു കാലം ജോലി ചെയ്തതിന് ശേഷം കുടുംബത്തോടൊന്നായിരിക്കാൻ ഇവരാഗ്രഹിച്ച് ഫെബി ഇവിടെ പ്രാർത്ഥന തുടങ്ങി 90 ദിവസത്തിനുള്ളിൽ, അതാണ് ഉടമ്പടി കാലം, 90 ദിവസത്തിനുള്ളിൽ അവർക്ക് വിളിച്ച വലിയൊരു അനുഗ്രഹമാണ് ഹസ്ബൻഡിനെ എറണാകുളത്തേക്ക് ഒരു ട്രാൻസ്ഫർ ലഭിച്ചത്. അവരുടെ ചിന്തയ്ക്ക് അപ്പുറം ഒട്ടും അസാധ്യമായ ഒരു കാര്യമാണ്. ഇത് നമ്മുടെ യോഗ്യത കൊണ്ടോ ഒന്നുമല്ല ഈ ഒരു ട്രാൻസ്ഫർ ലഭിക്കുന്നത്, പക്ഷേ ഇത് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രമാണെന്ന് ഇന്ന് ഫെബിയുടെ ഏറ്റുപറയുകയാണ്. നമ്മുടെ ചെറിയ ആഗ്രഹങ്ങൾ പോലും ദൈവം സാധിച്ചു തരുന്ന എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, ഞാൻ ദൈവത്തോടു കൂടി ആയിരിക്കാമെന്നുള്ള ആ തീരുമാനത്തിലുള്ള ഉറച്ച നിലപാടിനെയാണ് ദൈവം അംഗീകരിക്കുന്നത്. അതാണ് ഉടമ്പടി എന്ന് പറയുന്നത്. ഉടൻ പരിഹാരമായി ദൈവം നമുക്ക് നൽകുന്ന ഒരു ഇൻസെൻറ്റീവായി നൽകുന്ന ഈ ഗിഫ്റ്റ് ലഭിക്കുന്നതിന് കാരണം നാം വീണ്ടും ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കും, ദൈവത്തോട് വിശ്വസ്തരായിരിക്കും എന്ന് ദൈവത്തിൻ്റെ വലിയ പ്രതീക്ഷയാണ്. അങ്ങനെ തന്നെയാണ് നാം ഉടമ്പടിയിൽ കണ്ടിന്യൂ ചെയ്യേണ്ടതും. അതുപോലെ തന്നെ മകളുടെ 10th CBSE എക്സാമിൽ മാത്സ് ഒരു പക്ഷേ വലിയ മാർക്കൊന്നും അവർ പ്രതീക്ഷിച്ചിരുന്നില്ല. എപ്പോഴുമുള്ള അലസമായ ഒരു ഉറക്കം തൂങ്ങലിൽ ആ പരീക്ഷയുടെ സമയത്ത് എല്ലാ മാതാപിതാക്കളും വലിയ ടെൻഷനും വലിയ ആശങ്കയും വളർത്തുന്നതാണ്. ഫെബിയുടെ വന്ന് ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് മകൾക്കൊരു ഉന്നത വിജയമാണ്. അവർക്ക് വളരെ കുറവ് മാർക്ക് വന്ന് പ്രതീക്ഷിച്ചത് 98%-ത്തിലധികം മാർക്ക് ദൈവം അവർക്ക് നൽകി അനുഗ്രഹിച്ചു. അവരുടെ ജീവിതത്തിലുടനീളം അവർക്ക് എന്തെല്ലാം അസ്വസ്ഥതകളുണ്ട് അവിടെയെല്ലാം നേർച്ച വസ്തുക്കളുടെ ഉപയോഗവും അവരുടെ എല്ലാ സംരക്ഷണവും നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ അവർക്ക് ലഭിക്കുന്നു എന്ന് ഏറ്റുപറയുകയാണ്. പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ചെറുതും വലുതുമായ എല്ലാ അവസ്ഥകളെയും എല്ലാ അസ്വസ്ഥതകളെയും വരാനിരിക്കുന്ന ദുരന്തങ്ങളെയും എല്ലാം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ നമ്മെ സംരക്ഷിച്ച് നമ്മെ നിത്യതയിലേക്ക് നടന്നടിപ്പിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഫെബിക്കും കുടുംബത്തിനും ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈശോയോടും മാതാവിനോടും കോടാനകോടി നന്ദി പറയുന്നു.
പിന്നെ മാതാവിനോട് സാക്ഷ്യം പറയാൻ താമസിച്ചതിലും മാപ്പ് ചോദിക്കുന്നു. എൻ്റെ പേര് അനിത സാബു. ഞാൻ വരുന്നത് തൊടുപുഴയിൽ നിന്നാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2023 മാർച്ച് 31 എനിക്ക് ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം, ഞാൻ 10 വർഷമായിട്ട് വാടക വീട്ടിലായിരുന്നു. വാടക വീട്ടിൽ നിന്ന് എനിക്കൊരു സ്വന്തമായിട്ടൊരു വീട് വേണമെന്ന് ഞാൻ എപ്പോഴും മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഇതിൽ ഞാൻ ലാസ്റ്റത്തെ വാടക വീട്ടിൽ നിന്ന് മാറുമ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഇനി ഞാനൊരു വീട് മാറുന്നുണ്ടെങ്കിൽ അതെൻ്റെ സ്വന്തം വീട്ടിലേട്ടായിരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ലാസ്റ്റത്തെ വാടക വീട്ടിലോട്ട് പോയി. അങ്ങനെയാണ് ഞാൻ മാർച്ച് മാസത്തിൽ ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി ആദ്യത്തെ നിയോഗമായിട്ട് വെച്ചത് തന്നെ എനിക്കൊരു സ്വന്തമായിട്ടൊരു വീട് വേണമെന്ന് ആയിരുന്നു. ഉടമ്പടി ആയിക്കഴിഞ്ഞ് ഞാൻ ജൂൺ 30 എൻ്റെ ഉടമ്പടി തീർന്നു. ജൂലൈ തന്നെ എനിക്ക് വീട് മേടിച്ചോളാൻ പറഞ്ഞു. എനിക്ക് എൻ്റെ കസിൻ തന്നെ എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ ഇങ്ങോട്ടും കൃപാസനത്തിലേക്ക് പോരുന്ന വഴിയായിരുന്നു. പകുതിയിടെ എത്തിയപ്പോഴത്തേനും എനിക്ക് വീടും സ്ഥലവും വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു. ഞാൻ ഇവിടുന്ന് മാതാവിനോട് നന്ദി പറഞ്ഞു പോയി. അവിടെ ചെന്ന് ഞങ്ങൾ വീടും സ്ഥലവും എല്ലാം നോക്കി. സ്ഥലവും വീടും 8.5 സെൻറ്റുള്ള സ്ഥലവും വീടും കൂടിയാണ് 10 ലക്ഷം രൂപയായി. സെപ്റ്റംബർ മാസത്തിൽ തന്നെ ഞങ്ങൾ അത് എഴുതുകയും നവംബർ മാസത്തിൽ ഞങ്ങൾ പുതിയ വീട്ടിലോട്ട് മാറുകയും ചെയ്തു. അതിൽ എനിക്ക് എൻ്റെ മേടിച്ച് തന്ന കസിന് ഒരുപാട് നന്ദിയും സ്നേഹവും കടപ്പാടും ഒക്കെയുണ്ട്. പേര് എടുത്തരുതെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ എൻ്റെ കസിൻ്റെ പേര് പറയുന്നില്ല. അതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. അതിൽ എനിക്ക് ഏറ്റവും സാക്ഷ്യം എന്ന് പറഞ്ഞാൽ അതെൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. നല്ലൊരു വീടും 8.5 സെൻറ്റ് സ്ഥലവും ആണ് എനിക്ക് തന്നത് മാതാവ്. രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ കൊച്ച് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നല്ല മാർക്കോട് കൂടി ജയിക്കണമെന്ന് മാത്രമേ ഞാൻ മാതാവിനോട് പറഞ്ഞുള്ളൂ. പക്ഷേ എൻ്റെ കൊച്ചിന് 7 A+ കൂടി എൻ്റെ കൊച്ചിന് ജയിക്കാൻ പറ്റി. അത് രണ്ടാമത്തെ സാക്ഷ്യം. മൂന്നാമത്തെ സാക്ഷ്യം അത് ഓർക്കുന്നില്ല. എന്നാലും ഉടമ്പടി വയ്ക്കാത്ത ഒരു കാര്യമുണ്ട്. +1 അഡ്മിഷൻ കിട്ടണമെങ്കിൽ അന്ന് എൻ്റെ കൊച്ചൊക്കെ +1 കയറിയപ്പോൾ പുതിയൊരു നിയമം വന്നു. EWSൻ്റെ സർട്ടിഫിക്കറ്റ് വേണമെന്ന്. EWSൻ്റെ സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞപ്പോൾ അതുണ്ടെങ്കിലാണ് നമ്മുടെ ക്രിസ്ത്യാനി പിള്ളേർക്ക് അഡ്മിഷൻ കിട്ടുള്ളൂ +1. അത് ഒരാഴ്ച കൊണ്ട് നമുക്ക് കിട്ടണമെന്ന് പറഞ്ഞു. അത് നമുക്കറിയത്തില്ലാത്ത അത് എന്തെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ ചെന്ന് എനിക്ക് സ്ഥലവും വീടും ഒന്നും ഇല്ലെന്ന് അവിടുത്തെ വില്ലേജ് ഓഫീസിൽ നിന്നും ഹസ്ബൻഡിൻ്റെ വില്ലേജ് ഓഫീസിൽ ചെന്ന് അതും വാങ്ങിക്കണമെന്ന് പറഞ്ഞു. അത് വാങ്ങിച്ചുകൊണ്ട് ചെന്ന് നമ്മുടെ വില്ലേജിൽ കൊണ്ടേ കൊടുത്ത് അവിടുന്ന് വില്ലേജ് ഓഫീസർ ഒരു സർട്ടിഫിക്കറ്റ് തന്ന് സ്കൂളിൽ കൊണ്ടേ കൊടുത്താലേ എൻ്റെ കൊച്ചിന് +1 അഡ്മിഷൻ കിട്ടുള്ളൂ. അതും ജൂലൈ 13 ഇവൾക്ക് അലോട്ട്മെൻറ്റ് വരും. അതിന് മുമ്പ് നമ്മൾ കൊടുക്കണമായിരുന്നു. അതുകൊണ്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് ഈ കാശുരൂപവും കൈ പിടിച്ചുകൊണ്ട് ഞാനും ആദ്യം പോയത് എൻ്റെ ഹസ്ബൻഡിൻ്റെ നാട്ടിലാണ്. അതായത് എരുമേലിക്ക്. അവിടെ ചെന്നു. അവിടുത്തെ വില്ലേജ് ഓഫീസറെ കണ്ടു. വില്ലേജ് ഓഫീസറിനോട് കാര്യങ്ങൾ പറഞ്ഞു. ഈ കാശുരൂപം മുറുകി പിടിച്ചുകൊണ്ടും സംസാരിച്ചു. ഒന്നും വില്ലേജ് ഓഫീസർ പറഞ്ഞില്ല. പെട്ടെന്ന് തന്നെ എനിക്ക് എഴുതി തന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വന്നു. പിന്നെ എൻ്റെ നാട്ടിൽ പോകാനുള്ള സമയം എനിക്ക് കിട്ടിയില്ല. പിറ്റേ ദിവസം ഞങ്ങൾ എൻ്റെ നാട്ടിൽ പോയി, പോത്തനേക്കാട്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴും വില്ലേജ് ഓഫീസർ എന്നെ ആദ്യമൊക്കെ ഇച്ചിരി മടി കാണിച്ചെങ്കിലും അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ മാതാവിനോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു. വിശ്വാസ പ്രമാണം എല്ലാം ചൊല്ലി. അന്നേരം ആ വില്ലേജ് ഓഫീസർ എന്നോട് പറഞ്ഞു, പുറത്തിരിക്കുക, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു വില്ലേജ് ഓഫീസർ അതും എഴുതി തന്നു. എൻ്റെ കൊച്ചിന് ജൂലൈ 13 മുമ്പായിട്ട് എൻ്റെ കൊച്ചിനെ അവിടെ കൊണ്ടു കൊടുത്തു. അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞപ്പോൾ ഇവരുടെ പേര് ഫസ്റ്റ് തന്നെ വരികയും ചെയ്തു. അതാണ് അത് നിയോഗം വയ്ക്കാത്ത ഒരു സാക്ഷിയാണ്. പിന്നെ എനിക്ക് ഒരു PCOD എന്ന് പറഞ്ഞ ഒരു അസുഖം ഉണ്ടായിരുന്നു. അത് കറക്റ്റായിട്ട് പീരിയഡ്സ് വരുമോ ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ മാതാവിൻ്റെ ഉപ്പും തൈലവും വയറേൽ തേക്കുകയും ഉപ്പ് കഴിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഒരിക്കലും പിന്നെ ആ തൈറോയിഡിൻ്റെ ഗുളിക ഞാൻ ഇന്നേ വരെ കഴിക്കുകയും
ഒന്നും ചെയ്തിട്ടില്ല. 120 ഗുളിക മേടിച്ച് ആ 120 ഗുളിക എടുത്ത് ഞാൻ പള്ളേ കളയുക ചെയ്തേ. അതിൻ്റെ പിന്നെ കറക്റ്റായിട്ട് എനിക്ക് പീരീഡ്സ് വരികയും ചെയ്തു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പത്രം ഞാൻ ഇങ്ങനെ ഞങ്ങൾ ഇങ്ങനെ സ്റ്റാൻഡുകളിൽ ഇറങ്ങി ഓട്ടോറിക്ഷക്കാർക്കും പള്ളിയിൽ കൊടുക്കില്ല, പള്ളീൻ്റെ പുറത്ത് നിന്നിട്ട് വന്നവരുടെ കയ്യിൽ പറഞ്ഞ് എൻ്റെ അനുഭവം പറഞ്ഞ് ഇങ്ങനെ എനിക്കൊരു വീട് കിട്ടി എന്ന് പറഞ്ഞാണ് ഞാൻ കൊടുക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ കാരുണ്യപ്രവർത്തിയും ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. ചോറ് പൊതി കെട്ടി കൊടുക്കും. പിന്നെ ഞങ്ങൾക്കൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു ലീഡറുണ്ട്. അപ്പോൾ എല്ലാ മാസവും ഞങ്ങൾ പൈസ കൊടുക്കും. പൈസ കൊടുത്തിട്ട് അവൾ തന്നെ അത് ആർക്കെങ്കിലും ഒന്നിച്ച് പോകുന്ന സമയമാണെങ്കിൽ ഞങ്ങൾ ഒന്നിച്ച് പോകും. അല്ലെങ്കിൽ 2-3 പേര് കൂടി എവിടെയാണ് പോണേ അവിടെ കൊണ്ടുപോയി കൊടുത്തു നോക്കും. അല്ലാതെ ഞങ്ങൾ ചോറ് പൊതി കെട്ടി ആശുപത്രികളിൽ കൊണ്ടുപോയി കൊടുക്കും. പിന്നെ വഴിയരികിൽ ഇരിക്കുന്ന അപ്പച്ചന്മാർക്കും അമ്മച്ചിമാർക്കും ഒക്കെ കൊടുക്കും. പിന്നെ അവരന്നേരം ചോദിക്കും പൈസയുണ്ടോ മോളേന്ന് ചോദിക്കും. ഉണ്ടെങ്കിൽ കയ്യിലുള്ളതുപോലെ അങ്ങനെ കൊടുത്ത് അതാണ് എൻ്റെ കാരുണ്യപ്രവർത്തി. ആത്മീയമായിട്ട് വളരുന്നു പറഞ്ഞാൽ എല്ലാ ദിവസവും കൊന്ത ചൊല്ലും. 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കും, കുർബാന സ്വീകരിക്കും. എല്ലാ ദിവസവും തന്നെ പള്ളി പോകാൻ ശ്രമിക്കും. പിന്നെ ഉടമ്പടി എടുത്ത പിന്നെ എനിക്ക് ഒരുപാട് ദേഷ്യത്തിൽ നിന്നൊക്കെ ഇത് വന്നിട്ടുണ്ട്, എടുത്തുചാട്ടത്തിൽ നിന്നും വന്നിട്ടുണ്ട്. പിന്നെ എല്ലാവരെയായിട്ട് സ്നേഹിക്കാനും എല്ലാവരോടും നന്നായിട്ടിന് പെരുമാറാനും ഒക്കെയുള്ള ഒരു ഇത് ദൈവം തമ്പുരാൻ എനിക്ക് തന്നിട്ടുണ്ട്. ഇത്രയുമാണ് എൻ്റെ സാക്ഷ്യം. ഒരുപാട് ഇതുണ്ട്, നമുക്കെല്ലാം പറയാനുള്ള ഇതില്ലാത്തത് കൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം ഇവിടെ നിർത്തുന്നു. ഈശോയ്ക്കും മാതാവിനും കോടാനുകൂടി നന്ദി പറയുന്നു. 127 സങ്കീർത്തനം 1 തിരുവചനം. കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നതും വ്യർത്ഥം. അനിത ബാബു എന്ന ഈ സഹോദരിയുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്, സമയച്ചുരുക്കത്തിൻ്റെ അമ്മ 10 വർഷമായിട്ട് അവർ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉടമ്പടിയെടുത്ത് വളരെ പെട്ടെന്നാണ് ഈ മകൾക്ക് വളരെ ഫ്രീ ആയി ഒരു സഹോദരൻ, അവർക്ക് അവരുടെ തന്നെ ഒരു കസിൻ അവർക്ക് വീട് 8.5 സെൻറ്റ് സ്ഥലവും ഒരു നല്ല വീടും അവർക്ക് 10 ലക്ഷം രൂപയ്ക്കായിട്ട് നൽകിയെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. നമുക്കറിയാം, സ്വന്തം സഹോദരങ്ങൾ 1 ഇഞ്ച് സെൻറ്റ് സ്ഥലത്തിന് വേണ്ടിയെല്ലാം ഒരുപാട് വൈരാഗ്യത്തിലും സങ്കടത്തിലുമെല്ലാം ജീവിക്കുന്ന ഒരുപാട് കാര്യങ്ങളും കഥകളും നാം കേൾക്കുന്ന ഒരു ലോകത്താണ് 8.5 സെൻറ്റ് സ്ഥലം വളരെ തുച്ഛമായ വിലയ്ക്ക് ഇവർക്ക് നൽകിയത്. അനിത വളരെ ശക്തമായി പറയുന്നു, എൻ്റെ ഈശോ തന്നെയാണ് എനിക്ക് ഈ സ്ഥലവും വീടും പരിശുദ്ധ അമ്മ മാധ്യസ്ഥം വഹിച്ചതുകൊണ്ട് എനിക്ക് മേടിച്ചു തന്നത് എന്ന് ഈ മകളോട് ഏറ്റുപറയുകയാണ്. ഈശോ പറയുന്നു, സ്നേഹിതന് വേണ്ടി ജീവൻ ബലിയഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന്. സ്നേഹിതനേക്കാൾ ഒരു വലിയ സ്നേഹം, സ്നേഹിതന് വേണ്ടി നാം ജീവൻ ബലികഴിക്കാൻ തയ്യാറായ നാം എല്ലാവരും ശത്രുക്കളെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എന്ന് ഈശോ പഠിപ്പിക്കുന്നുണ്ട്. ശത്രുക്കളെ സ്നേഹിക്കുമ്പോൾ നമ്മുടെ കാരുണ്യപ്രവൃത്തികളിലൂടെയും നമ്മുടെ പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെയെല്ലാം വിശ്വാസ പ്രഖ്യാപനം നടത്തുമ്പോഴാണ് ഈശോയ്ക്ക് നാം ഒരു ബോധ്യം കൊടുക്കുന്നത്, ഞാൻ അങ്ങയുടേതാണ്, എനിക്ക് മറ്റാരുമില്ല, അങ്ങയെ മാത്രമേ എനിക്ക് ആശ്രയിക്കാനുള്ളൂ. അവിടെയാണ് ഈശോ നേരിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുകയും പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുമ്പോൾ അമ്മയുടെ എല്ലാ മധ്യസ്ഥതയും ഈശോ ഏറ്റെടുക്കുകയും ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവർക്ക് വലിയൊരു അനുഗ്രഹമായിരുന്നു മകൾക്ക് ഒരു EWS സർട്ടിഫിക്കറ്റ് ലഭിക്കുക എന്നുള്ളത്. കിട്ടാനായി വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്ന സമയങ്ങളിലെല്ലാം നേർച്ച വസ്തുക്കളുടെ കൃത്യമായ ഉപയോഗം മൂലം ഓഫീസുകൾ പല പ്രാവശ്യം കയറിയിറങ്ങി വില്ലേജ് ഓഫീസറും മറ്റുള്ളവരും അത് റിജക്റ്റ് ചെയ്തതാണ്. ഉടമ്പടിയുടെ ബലത്തിലാണ് അനിത ബാബു പല പ്രാവശ്യവും ഓഫീസുകളിലേക്ക് കയറിയിറങ്ങിയപ്പോൾ വളരെ പെട്ടെന്ന് മകൾക്ക് +1 അഡ്മിഷൻ കിട്ടാനും EWS സർട്ടിഫിക്കറ്റ് ലഭിക്കാനുള്ള സാധ്യത ഉണ്ടായി എന്ന് വെച്ച് പറയുന്നു. നമുക്കറിയാവുന്നതുപോലെ ഉടമ്പടി വളരെ ശക്തമായ ഒരു പ്രാർത്ഥനയാണ്. ആരെല്ലാം നമ്മെ കൈവിട്ടാലും ആരെല്ലാം നമ്മെ തിരസ്കരിച്ചാലും ഈശോ എന്ന വലിയ രക്ഷകൻ നമ്മെ ഒരിക്കലും കൈവിടുകയില്ല എന്ന് ഓരോ ജീവിത സാക്ഷ്യങ്ങളും ഇവിടെ ഏറ്റുപറയുകയാണ്. എപ്പോഴെല്ലാം ഈശോയെ സാക്ഷി നിർത്തിക്കൊണ്ട് നമ്മുടെ സാക്ഷ്യങ്ങളെ ഏറ്റുപറയുകയും ദൈവവചനം നാം പ്രഘോഷിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ഉടമ്പടി കൃത്യമായ വിശ്വസ്തയോടുകൂടി പാലിക്കുവാനും ജീവിക്കുവാനും അത് ജീവിതക്രമമായി മാറ്റുവാനും നമുക്ക് സാധിക്കുന്നു. അതിന് നമുക്ക് സന്തോഷിക്കുകയും മറ്റുള്ളവർക്ക് അത് പകർന്നു കൊടുക്കുകയും ചെയ്യാം. അനിത ബാബുവിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നതോടൊപ്പം നമ്മുടെ ജീവിത സങ്കടങ്ങളെല്ലാം ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈശോ ഇന്ന് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഇടപെടട്ടെ, പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി. ഈ പുണ്യഭൂമിയിൽ
എനിക്കും എൻ്റെ കുടുംബത്തിനും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാകാൻ സാധിച്ചതെന്ന് ഈശോയ്ക്കും അമ്മയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പേര് ലിജി ബോബൻ. എൻ്റെ മക്കൾ 3 പേര്. അതെൻ്റെ അമ്മയാണ്. മാർട്ടിൻ, ഒരാൾ മെൽവിൻ, മോള് ഡെൽന. മാർട്ടിൻ മെൽവിൻ ടിങ്സാണ്. ഞങ്ങൾ കോയമ്പത്തൂരിൽ നിന്ന് വരുന്നു. ഇൻഫാൻറ്റ് ജീസസ് എടയാർ പാളയം ചർച്ചിൽ നിന്നാണ് വരുന്നത്. കൃപാസനത്തെപ്പറ്റി ആദ്യമായിട്ട് കേൾക്കുന്നത് ഞങ്ങളുടെ പള്ളിയിലെ ചേച്ചിമാർ വഴിയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ അറിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഒബിയസ്ലി എല്ലാവരും പറയുന്ന പോലെ ഞാനും പറഞ്ഞു, നമ്മുടെ പള്ളിയിലും മാതാവുണ്ട്, അപ്പോൾ നമ്മളിവിടെ പ്രാർത്ഥിച്ചാൽ പോരെ, അവിടെ പോകേണ്ട കാര്യമുണ്ടോ, അത്രയും ദൂരം പോയി പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം അവർ പറഞ്ഞു, നീ പിള്ളേരെയും കൊണ്ട് 1 പ്രാവശ്യം പോയി പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ വീട്ടിൽ വന്ന് മമ്മിയും അത് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാനിങ്ങനെ റെഡിയായി സാക്ഷ്യങ്ങളൊക്കെ കേൾക്കാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ ഞാൻ ഡെയിലി വണ്ടി പോകുമ്പോൾ കൊന്ത കേൾക്കും, ഇല്ലെങ്കിൽ മാതാവിനോട് സംസാരിച്ചുകൊണ്ട് പോകുന്ന ഒരാളാണ്. അപ്പം മാതാവിനോട് ഞാൻ പറഞ്ഞു, ഞാൻ പിള്ളേരെയും കൊണ്ട് വരുന്നില്ല, പിള്ളേരെയും കൊണ്ട് അത്രയും ദൂരം വരാൻ പാടാണ്, അപ്പോൾ ഞാനും മമ്മിയും ഫസ്റ്റ് വരാം എന്നാണ് വിചാരിക്കണേന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോഴും മാതാവ് പറയണേ, നീ നിൻ്റെ മക്കളെയും കൂട്ടി വാ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ വൈകുന്നേരം വന്ന് വീട്ടിൽ വന്ന് പറഞ്ഞു, അമ്മി മാതാവ് ഇങ്ങനെയാണ് പറയണത്, മക്കളെയും കൂട്ടിയിട്ട് വാ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 2025 ജനുവരി 12-ാം തീയതി ഇവിടെ വന്നു. ഒരുപാട് കഷ്ടപ്പെട്ട, സത്യം പറഞ്ഞാൽ ഇവിടേക്ക് വരാനുള്ള വഴി അറിയില്ല, എങ്ങനെ വരണം ഒന്നും അറിയത്തില്ല. പിള്ളേരെയും കൊണ്ട്, പിള്ളേർക്കാണെങ്കിൽ ബസ്സിൽ കയറിയ ഭയങ്കര ഛർദിയും കാര്യങ്ങളൊക്കെയാണ്. അടങ്ങിയിരിക്കില്ല, ഭയങ്കര അഗ്രസീവാണ്. വെളിയിൽ ആൾക്കാരെ കാണുമ്പോൾ അടങ്ങിയിരിക്കില്ല, ചാടും. ആരെങ്കിലും ഇവിടെ ഇരിക്കുന്നവർ കണ്ടിട്ടുണ്ടാവും, ഫസ്റ്റ് ഇവിടെ വരുമ്പോൾ ഇവർ അടങ്ങിയിരിക്കില്ല. ഇവിടെ ഒരുപാട് ഉപദ്രവങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ബസ് കയറി ആലുവ, ട്രെയിൻ കയറി ഇവിടെ ആലുവയിൽ ഇറങ്ങി ഞങ്ങൾക്ക് എങ്ങോട്ട് പോകണമെന്നറിയില്ല. അപ്പോൾ എന്ത് ചെയ്യണം, ഹോട്ടലിൽ എടുക്കണം, ട്രെയിനില്ല. പിന്നെ അപ്പോൾ ഹോട്ടലിൽ മുറി എടുക്കണോ എന്നാണ് ഞങ്ങൾക്കൊരു പേടി. ഞങ്ങൾ എന്തായാലും ഭക്ഷണം കഴിച്ചിട്ട് ഹോട്ടലിൽ മുറി എടുക്കുക എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് വെച്ച് ഞങ്ങളിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ഒരു ചേട്ടൻ വന്നിട്ട്, നിങ്ങൾ കൃപാസനത്തേക്ക് പോകാനുള്ളവരാണോ ചോദിച്ചിട്ട് ഞങ്ങളെ ആ കാറിൽ ഇവിടെ വരയ്ക്കും കൂട്ടിയിട്ട് വന്നു. ഞങ്ങളിവിടെ വരുമ്പോൾ 8:30 മണിയായി. റൂം എടുക്കണോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷേ ആ ചേട്ടൻ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് ചെയ്തു തന്ന് ഞങ്ങളിവിടെ റൂം എടുത്ത് രാവിലെ ഒരു 5:30 മണിയായപ്പോൾ ഞങ്ങളിവിടെ വന്ന് ഇവിടെ സെക്യൂരിറ്റി ചേട്ടനോട് ചോദിച്ചു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, ഉടമ്പടി എടുക്കണം, ടോക്കൺ എടുക്കണം ഫസ്റ്റ് എന്നൊക്കെ പറഞ്ഞു. ഞങ്ങളിവിടെ വന്ന് ടോക്കൺ എടുത്ത് ഉടമ്പടി ക്ലാസ് എല്ലാം കൂടിക്കഴിഞ്ഞ് ഞങ്ങളുടെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ ഫസ്റ്റ് ഞങ്ങൾ ഡോർ ഓപ്പൺ ചെയ്യുമ്പോഴേ ഒരു ഗ്രേ കളർ പൂച്ചയാണ് ഞങ്ങളുടെ വീട്ടിൻ്റെ ഉള്ളിൽ ഞങ്ങൾ കയറുന്നതിനേക്കാളും മുന്നേ കയറിയത്. പിന്നെ പിറ്റത്തെ ദിവസം രാവിലെ മുതൽ അവൾ വന്ന് ഞങ്ങളെ വിളിച്ചെഴുന്നേക്കും. ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വന്ന് വിളിച്ചെഴുന്നേൽപ്പിക്കും. ഇതാണ്. അപ്പോൾ ഫസ്റ്റ് 2ാമത്തെ ദിവസം ഞങ്ങളിങ്ങനെ രാവിലെ രാത്രി കിടന്നുറങ്ങി ഒരു സ്വപ്നം വരാം, മാതാവ് വന്നു. അപ്പോൾ സഞ്ചാരി മാതാവ് കോയമ്പത്തൂർ വരെ, എല്ലാവരും സാക്ഷ്യത്തിൽ പറയും സഞ്ചാരി മാതാവ് വരും. എങ്ങനെ സഞ്ചാരി മാതാവ് ഇവിടെ വരെ വരും എന്നുള്ളൊരു കൺഫ്യൂഷൻ എനിക്ക് അപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോഴാണ് സ്വപ്നത്തിൽ മാതാവ് വരുന്നത്. മാതാവ് ഒരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്തിലാണ് മാതാവിനെ ഞാൻ കാണുന്നത്. നല്ല ബ്ലൂ കളറായി വെച്ച് നല്ല ഭംഗിയുള്ള ഒരു മാതാവ്. അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് മാതാവ് അന്ന് രാത്രി ഞങ്ങളുടെ മക്കളെ സന്ദർശിക്കാൻ വന്നു. അതിൽ നിന്ന് ഇന്ന് വരെയും എൻ്റെ കൂടെ ഈശോയും മാതാവും കൂട്ടിന് സഞ്ചരിക്കുന്നുണ്ട്. A to Z കാര്യങ്ങൾ തൊട്ട് ഞാൻ സംസാരിച്ച് അഭിപ്രായം ചോദിച്ച് മാതാവിനോട് ഈശോയോട് സംസാരിച്ചിട്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. എൻ്റെ മക്കൾ ട്വിൻസാണ്, അവർക്ക് ഓട്ടിസമാണ്. ചെറിയ വയസ്സ്, ഒരു 6ാം വയസ്സ് മുതലാണ് ഞങ്ങളത് അറിയാൻ തുടങ്ങിയത്. ഓട്ടിസമാണ്, ഇവർ ക്ലാസ്സിലൊന്നും ഇരിക്കില്ല, ഇറങ്ങിപ്പോകും. ടീച്ചർമാർക്ക് ഭയങ്കര പ്രശ്നമായി. അപ്പോൾ HM പറഞ്ഞു ഇവർക്ക് വേറെ സ്പെഷ്യൽ സ്കൂളിലാണ് കൊണ്ട് ചേർക്കണം, അന്നേരം അപ്പോഴേ ഇവർക്ക് റെഡി ആകുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ ഒരു ഹോസ്റ്റലിൽ പഠിച്ച കൊച്ചായതുകൊണ്ട് എനിക്ക് മക്കളെ ഹോസ്റ്റലിൽ വിടാൻ യാതൊരുവിധ താല്പര്യമില്ല. അപ്പോൾ ഇവർ ഹോസ്റ്റലിൽ നിർത്താമെന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും എൻ്റെ മനസ്സ് മുറിഞ്ഞു പോണൊരു കാര്യമാണ്. അങ്ങനെ ഞങ്ങൾ ഇവരെ ഒരു 1ാം ക്ലാസ്സിൽ ഒരു സ്പെഷ്യൽ സ്കൂളിൽ ഹോസ്റ്റലിൽ കൊണ്ടുപോയി ചേർത്തി. അന്ന് മുതൽ അവരുടെ ഹോസ്റ്റൽ ഒരു 4ാം ക്ലാസ് വരെ ഒരു ഹോസ്റ്റലിൽ നിന്നു. പക്ഷേ അങ്ങനെയൊന്നും ചേഞ്ച് ആയില്ല. സ്പെഷ്യൽ സ്കൂളിൽ പോയിട്ടും ഇപ്പോൾ പള്ളിയിലൊക്കെ ഒരു ധ്യാനം നടക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ മക്കൾ ഓടിക്കൊണ്ടുപോയി ധ്യാനത്തിന് കൊണ്ടിരുത്തും. ശരി, അങ്ങനെയെങ്കിലും ഒരു ചേഞ്ച് വരട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ വന്ന് കൃപാസനത്തിലെ കാര്യം അറിഞ്ഞ് ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം ഉടമ്പടി എടുക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് എൻ്റർ ആകുമ്പോൾ തന്നെ ഭയങ്കര സുഗന്ധാഭിഷേകം വന്നു.
അപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം ഉടമ്പടി എടുത്ത് ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ ഉടമ്പടി പുതുക്കി വീട്ടിൽ ചെല്ലുമ്പോൾ ഇവർക്ക് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ പിള്ളേർ വായ തുറന്ന് ഇരിക്കുക, വായ ഓപ്പണായിട്ടേ ഇരിക്കുക, ക്ലോസ് ആവുന്നില്ല. പിന്നെ ഐബോൾ സ്റ്റക്കായിട്ടിരിക്കുക. അപ്പം ഞാൻ ജോലിയിലായിരുന്നു. അപ്പോൾ മമ്മി വിളിച്ച് പറഞ്ഞു ഇതുപോലെയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പെർമിഷൻ എടുത്ത് ഞാൻ വീട്ടിൽ വന്ന് പിള്ളേരെ കൂട്ടി തിരിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ ന്യൂറോ സർജനെ കൊണ്ടേ കാണിച്ചു. ന്യൂറോ സർജൻ പറഞ്ഞു നീ ന്യൂറോളജിസ്റ്റിനെ കാണിക്കുക, അവർക്ക് പറയാൻ പറ്റുള്ളൂ എന്താണെന്ന്. അങ്ങനെ ഞങ്ങൾ ന്യൂറോളജിസ്റ്റിനെ കൊണ്ടേ കാണിച്ചപ്പോൾ ന്യൂറോളജിസ്റ്റ് ഫസ്റ്റായിട്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഓട്ടിസം ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഉടമ്പടി എടുത്തപ്പോൾ അച്ഛൻ സൈത്ത പൂശി ഇവർക്ക് തലയെ കൈവച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഇവർക്ക് ഓട്ടിസം ഇല്ല എന്ന് സാറ് പറയുമ്പോൾ പിന്നെ ഇവർക്ക് എന്താണ് അസുഖം എന്നുള്ള ചോദ്യമായി. അപ്പോൾ സാറ് പറയുക അത് പറയാൻ പറ്റില്ല, എന്താണ് ഇവർക്ക് അസുഖം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല, ഇവരിങ്ങനെ ആയിരിക്കും, ഇവർക്കൊരു സ്ലീപ്പിംഗ് പിൽസ് മാത്രം ഞാനിപ്പോൾ എഴുതി തരാം എന്ന് പറഞ്ഞു. അന്ന് തൊട്ട് ഇന്ന് വരെയും ഞാൻ കുഞ്ഞുങ്ങൾക്ക് മെഡിസിൻസ് കൊടുത്തിട്ടില്ല. സ്ലീപ്പിംഗ് പിൽസ് ഒരാഴ്ച കൊടുത്തു, അല്ലാണ്ട് പിന്നെ ഇവർക്കുള്ള സൈക്കാട്രി മെഡിസിൻസോ അല്ലെങ്കിൽ ഓട്ടിസത്തിൻ്റെ മെഡിസിൻസോ ഒന്നും കൊടുക്കാറില്ല. അതിൽ അന്ന് തൊട്ട് ഇവർക്ക് അഗ്രസീവും അല്ല, ഇപ്പോൾ കുഴപ്പമില്ലാണ്ട് പോണു. ഭയങ്കര അഗ്രസീവായിരുന്നു. ഇവർ അടിക്കുകയും പിടിക്കുകയും പാത്രം എടുത്ത് വലിച്ചെറിയുകയും ഒക്കെ ചെയ്യും. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുക, നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല. നമ്മളെയൊക്കെ എല്ലാവരെയും ഉപദ്രവിക്കുന്ന ഒരു സ്വഭാവക്കാരാണ് ഇവർ. ഇപ്പോൾ കുറച്ച് കുഴപ്പമില്ലാണ്ടിരിക്കണം, അത് ദൈവത്തിൻ്റെ കൃപ. അങ്ങനെ അവർ ഇപ്പോൾ കുഴപ്പമില്ല. അതുപോലെ അവരുടെ എല്ലാ കാര്യങ്ങളും കർത്താവ് നല്ല ഭംഗിയായിട്ട് ഇപ്പോൾ നോക്കുന്നുണ്ട്. ഞാൻ പള്ളിയിൽ അങ്ങ് നിൽക്കുമ്പോൾ ഞങ്ങളുടെ പള്ളിയിൽ പിന്നെ ചെറിയ കുട്ടികൾക്ക് പിന്നെ അൾത്താരബാലന്മാരായിട്ട് ശുശ്രൂഷ ചെയ്യാനുള്ളൊരു അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു, മാതാവേ എൻ്റെ മക്കൾ നിൽക്കേണ്ട സ്ഥലമാണല്ലോ ഇത് എന്നിങ്ങനെ കരഞ്ഞ് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ പിതാവ് എന്നോട് എന്താ പറയണതെന്ന് വെച്ചാൽ, നീ എന്തിനാണ് കരയണത്, നിൻ്റെ മക്കൾ എൻ്റെ സന്നിധിയിലെ അൾത്താരബാലന്മാരല്ലേ എന്നാണ് എൻ്റെ കർത്താവ് എന്നോട് പറഞ്ഞത്. അന്നോട്ട് എനിക്ക് ആ ദുഃഖം മാറിപ്പോയി. ഞങ്ങൾ വീട്ടിൽ കൊന്ത ചൊല്ലാറുണ്ടായിരുന്നില്ല. ഇവിടെ വരുന്നതിന് മുന്നേ വരയ്ക്കും വീട്ടിൽ കൊന്ത ചൊല്ലാറില്ല. കാരണം കൊന്ത ചൊല്ലുന്ന ദിവസം വീട്ടിൽ എന്തെങ്കിലും വഴക്കുണ്ടാവും അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാവും. അവിടെ ഞങ്ങൾ കൊന്ത ചൊല്ലാറില്ല. ഇപ്പോൾ ഇവിടെ വന്ന് കുടുംബടി എടുത്തതിന് ശേഷം വീട്ടിലെന്നും കൊന്ത ചൊല്ലാറുണ്ട്. പിള്ളേർക്ക് തൈലം തൊട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അതിൻ്റെ അനുഗ്രഹം പിള്ളേർക്കുണ്ട്. പിള്ളേർക്ക് നല്ല ചേഞ്ചുണ്ട്. അതായിരുന്നു എൻ്റെ ഒന്നാമത്തെ നിയോഗം. രണ്ടാമത്തെ നിയോഗം എന്ന് പറഞ്ഞാൽ എൻ്റെ ജോലിയെ സംബന്ധിച്ചാണ്. ഞാൻ ഫസ്റ്റ് ഒരു നേഴ്സിംഗ് അസിസ്റ്റൻ്റ് ആയിരുന്നു. നേഴ്സിംഗ് അസിസ്റ്റൻ്റ് ആയിക്കഴിഞ്ഞ് നമ്മൾ പിന്നെ ഞാൻ ഡിഗ്രി എടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് നേഴ്സിംഗ് സൈഡിൽ നിന്ന് മാറി വേറൊരു പോസ്റ്റിലേക്ക് പോകുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടമുള്ള കാര്യമാണ്. അവർ വിടില്ല നമ്മളെ. അങ്ങനെ ഇവർ വേറൊരു ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവരെന്നോട് പറഞ്ഞു നീ അവിടേക്ക് അഡ്മിനായിട്ട് പോയിക്കോ, ഞങ്ങൾക്ക് മാറ്റി തരാമെന്ന് പറഞ്ഞു. മാറ്റി ഞങ്ങൾ അവിടേക്ക് പോയി. ഞാൻ അവിടേക്ക് പോയപ്പോൾ ഇവരത് മാറ്റാണ്ട് നേഴ്സിംഗ് അസിസ്റ്റൻറ്റ് പോസ്റ്റിൽ തന്നെ എന്നെ തുടർന്നു. അങ്ങനെ ഞാൻ മാതാവിനോട് അവിടെ നിന്ന് കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥിച്ച് ലാസ്റ്റ് ഒരു 8 മാസമേ ആ ഹോസ്പിറ്റൽ അവിടെ തുടങ്ങിയുള്ളൂ. പിന്നെ മാറി പഴയ ഹോസ്പിറ്റലിലേക്ക് തന്നെ പോയി. അപ്പോൾ അവിടുന്ന് HR എന്നോട് ചോദിച്ചു, നിനക്ക് ഹോസ്പിറ്റലിൽ സെക്രട്ടറി പോസ്റ്റിംഗ് വേണോ നേഴ്സിംഗ് അസിസ്റ്റൻറ്റ് വേണോ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു സെക്രട്ടറി പോസ്റ്റിംഗ് മതി പറഞ്ഞു. അങ്ങനെ അവർ സെക്രട്ടറി പോസ്റ്റിംഗ് തന്നു. എങ്കിലും എനിക്കറിയാത്ത ഒരു മേഖലയിലേക്ക് അവരെന്നെ കൊണ്ടിരുത്തി, ഒരു സ്റ്റോർ മാനേജറായിട്ട് കൊണ്ടിരുത്തി. പക്ഷെ എനിക്കറിയില്ല, എനിക്ക് ആ സ്റ്റോറിനെ പറ്റി യാതൊരു ഒരു വിവരവും ഇല്ലാത്ത ഒരാളാണ്. അങ്ങനെ അപ്പം ഞാൻ മാതാവിനോട് കണ്ടിന്യൂസ് ആയി കൊന്തയിൽ പ്രാർത്ഥിച്ചു. സൺഡേ പോലും പള്ളിയിൽ പോകാൻ പറ്റാണ്ട് അവിടെ പോയിരിക്കണം. അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എനിക്ക് സൺഡേ പള്ളിയിൽ പോയി ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാൻ എപ്പോഴും എൻ്റെ കൊളീഗ്സിനോട് പറയാറുണ്ട്, എനിക്ക് സൺഡേ കുർബാന സ്വീകരിച്ചാൽ എനിക്ക് ഒരാഴ്ചത്തേക്കുള്ളൊരു ധൈര്യത്തിന് ഞാൻ സ്വീകരിച്ചു. അത് സ്വീകരിച്ചില്ലെങ്കിൽ എനിക്ക് പറ്റില്ല എന്നുള്ള ഒരു വിശ്വാസമുള്ള ഒരാളാണ് ഞാൻ. അങ്ങനെ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഞാൻ ഒരുപാട് പ്രാവശ്യം HR പോയി സംസാരിച്ചു, ഇനി എനിക്കിനി ഒന്നും ചെയ്യാനില്ല, നീ ചെയ്യാൻ പറ്റുമെങ്കിൽ നീ സംസാരിക്കുക അവരോട് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചത് ഒരു 1 വീക്കായില്ല. അതിന് മുമ്പ് ഞാൻ എപ്പോഴും HR പോകുമ്പോൾ കൊന്ത കൈ പിടിച്ചോണ്ടേ പോവുള്ളൂ. അപ്പോൾ അങ്ങനെ 1 വീക്കായപ്പോൾ അവർ പറഞ്ഞു, എൻ്റെ പേര് ചൊല്ലി വിളിച്ച് എന്നോട് പറഞ്ഞു, ലിജി നീ ഇവിടെ ഒരു വേക്കൻസി ഉണ്ട് റേഡിയോളജിയിൽ, നീ വന്ന് അവിടെ പോയിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ അവരെന്നെ പേര് ചൊല്ലി വിളിച്ച് എനിക്ക് ജോലി ചേഞ്ച് ചെയ്ത് തന്നു. ഇപ്പോൾ ഞാൻ റേഡിയോളജിസ്റ്റ് ഒരു സെക്രട്ടറി പോസ്റ്റിങ്ങിലാണ് വർക്ക് ചെയ്യണത്. ഈശോയ്ക്കും മാതാവിനും ഒരുപാട് നന്ദി. പിന്നെ മൂന്നാമത് എനിക്ക് പറയാനുള്ളത് എൻ്റെ വണ്ടി വാങ്ങിയ വിഷയത്തെ പറ്റിയാണ്. ഞാൻ ഫസ്റ്റ് ഒരു വണ്ടി ഉണ്ടായിരുന്നു, അത് വണ്ടി ഭയങ്കരമായിട്ട് ഡാമേജായി. അപ്പം
ഞാൻ രണ്ടാമത്തെ ഉടമ്പടി പുതുക്കി ഇവിടുന്ന് പോകുമ്പോൾ ബസ്സിലിരിക്കുമ്പോൾ മാതാവിൻ്റെ ആഷ് കളറുള്ള ഒരു വണ്ടി കടയിലിരിക്കുന്നത്. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഇങ്ങനത്തെ ഒരു വണ്ടി എനിക്ക് കിട്ടിയാൽ നന്നായിരുന്നു എന്നിങ്ങനെ പറഞ്ഞിട്ട് ഞാനത് വിട്ടു വിഷയം. അങ്ങ് കുറേ കാലം കഴിഞ്ഞപ്പോൾ ഒരു മാസമായിട്ടുള്ളൂ ഞാൻ വണ്ടി എടുത്തിട്ട്. അപ്പോൾ വണ്ടി ആഷ് കളർ, അപ്പോൾ എങ്ങനെ വണ്ടി എടുക്കുമെന്നറിയില്ല, കയ്യിൽ ഒരു പൈസയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എങ്ങനെ മാതാവേ, കൊന്തമില്ലുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ എങ്ങനെ വണ്ടി എടുക്കും, പൈസ എങ്ങനെ റെഡിയാകും? അപ്പം മാതാവ് എന്നോട് പറഞ്ഞു, നീ PF അപ്ലൈ ചെയ്യേ. ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത്, PF അപ്ലൈ ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ മാമയോട്, മമ്മി മാതാവ് PF അപ്ലൈ ചെയ്യാൻ പറയണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ PF അപ്ലൈ ചെയ്ത് എങ്ങനെയായാലും ഒരു 10 ദിവസം, മാക്സിമം 10-15 ദിവസമാകും നമുക്ക് ക്യാഷ് കിട്ടാനായിട്ട്. എനിക്ക് ക്യാഷ് കിട്ടിയത് 69, ഞാൻ 1 ലാഖാണ് അപ്ലൈ ചെയ്തത്, 69 കിട്ടി. അപ്പോൾ അതിന് മുമ്പ് എനിക്ക് മെഴുകുതിരിയിൽ 69 എന്ന് കാണിച്ച് മാതാവ് കാണിച്ചു തന്നായിരുന്നു. അപ്പോൾ അന്ന് കാണിക്കുമ്പോൾ അതെ 69 എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. PF എമൗണ്ട് വന്നപ്പോഴാണ് എനിക്ക് കറക്റ്റായിട്ട് ആ 69 എന്താണെന്ന് മാതാവ് പറഞ്ഞത് മനസ്സിലായത്. അങ്ങനെ 3 ദിവസത്തിനുള്ളിൽ എനിക്ക് PF എമൗണ്ട് കിട്ടി. ഞാൻ വണ്ടി എടുത്ത് ഗ്രേ കളർ വണ്ടിയാണ്. അപ്പം മാതാവിനോട് പറഞ്ഞു, മാതാവ് ഇത് നീ തന്നതാണെന്നുള്ളതിൻ്റെ എന്തെങ്കിലും ഒരു അടയാളം എനിക്ക് നീ കാണിച്ചു തരണം. അങ്ങനെ മാതാവ് എനിക്ക് വണ്ടി തന്ന വണ്ടിയുടെ നമ്പർ 5837 ആണ്. 7 നമ്പറുണ്ട് അതിനകത്ത്. അതുകൊണ്ട് ഞാൻ മാതാവ് തന്നതാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. ഈശോയ്ക്കും മാതാവിനും ഒരുപാട് നന്ദി. ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് എനിക്ക് കിട്ടിയ അനുഗ്രഹം, മമ്മിക്ക് ഇങ്ങനെ പാത്രം കഴുകുമ്പോൾ കയ്യിൽ ഭയങ്കരമായിട്ട് അലർജി ഉണ്ടാവും. അപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം തേച്ച് കൊടുത്തു. ഒരു പ്രാവശ്യം മാറി, മമ്മിക്ക് അതത്ര വിശ്വാസം വന്നില്ല. അപ്പം പിന്നെ വന്നിട്ട് പിന്നെ അത് റിപ്പീറ്റ് ആയിട്ടുണ്ടായി. ഞാൻ പറഞ്ഞു, മമ്മി നിനക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ടായിരിക്കും പിന്നെയും വരണേന്ന് പറഞ്ഞ് വിശ്വസിക്ക്, എന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. രണ്ടാമതും വന്നു, വിശ്വസിച്ച് പ്രാർത്ഥിച്ചു, മമ്മിയും വിശ്വസിച്ചു. ഇപ്പോൾ സുഖമായി, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ പൂർണ്ണമായിട്ടും മാറി. എന്നും ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് സന്ധ്യാപ്രാർത്ഥന കഴിയുമ്പം പിള്ളേർക്ക് വിശുദ്ധ ഉപ്പും തൈലവും തേച്ച് കൊടുക്കും, പിന്നെ തേൻ കഴിക്കാൻ കൊടുക്കും. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ മോൾക്കാണെങ്കിലും മോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം എന്നോട് പറയുകയുണ്ടായി, പിന്നെ 18 വയസ്സാകാൻ കാത്തിരിക്കുക ഞാൻ, പിന്നെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കാൻ, അതുപോലെ വോട്ട് ചെയ്യാനെന്നും പറഞ്ഞ്. അത് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞപ്പോഴേ എനിക്കൊരു അഭിമാനം. കാരണം ഈ ഒരു ഏജിൽ അങ്ങനെ പറയുകയെന്ന് വെച്ചാൽ കഷ്ടമാണ്. അത് അങ്ങനെ തന്നെ തുടരാൻ മാതാവ് അവളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരുണ്യ പ്രവൃത്തികൾ ഞാൻ പത്രം എല്ലാ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുക്കും. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നമ്മൾ പോകുമ്പോൾ അവർ കോയമ്പത്തൂർ GH നമ്മൾ കൊടുക്കുക. അപ്പോൾ അവർ പറയും ഇവിടെ കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മളെ ചീത്ത പറഞ്ഞ് ഓടിക്കും. അപ്പോൾ പിന്നെ കുറച്ച് ദിവസം അവിടെ കൊടുക്കും, പിന്നെ ഇവിടെ അട്ടപ്പാടി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കും. അങ്ങനെ വഴി സൈഡിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യം ഉടമ്പടി എടുത്തിട്ട് ഞാൻ പോയപ്പോൾ മാക്സിമം എല്ലാവർക്കും യൂത്തായിട്ടുള്ള ആൾക്കാർക്കാണ് ഞാൻ ഉടമ്പടി പത്രം കൊടുക്കാൻ ശ്രമിച്ചിരുന്നത്. പിന്നെ കാരുണ്യ പ്രവർത്തകർ ഭക്ഷണം കൊടുക്കും. ഫസ്റ്റ് 2-3 മാസം ഞാൻ വന്നിട്ട് സൺഡേ വന്ന് എല്ലാ ഉച്ചയ്ക്ക് ഭക്ഷണം വഴിയോരത്തിരിക്കുന്ന ആൾക്കാർക്കൊക്കെ കൊടുക്കും. പിന്നെ ഇപ്പോൾ വന്നിട്ട് ഡെയിലി ഒരു അമ്മയ്ക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ എനിക്ക് പറ്റുന്നുണ്ട്. അതേപോലെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ജനുവരി 26 ഞാൻ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ഞാൻ ഇവിടെ വന്ന് ഞാനും മമ്മിയും വന്നു, അച്ഛനെ കൊണ്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ അച്ഛൻ എനിക്കൊരു ലോക്കറ്റ് തന്നിരുന്നു. അപ്പോൾ ലോക്കറ്റ് തന്ന് പ്രാർത്ഥിച്ചു അച്ഛൻ്റെ കയ്യിൽ നിന്ന് താഴെ. അപ്പോൾ ഞാൻ മാതാവിനോട് അതിന് മുന്നേ പറഞ്ഞു, എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് അമ്മേ നീ എനിക്ക് എന്തെങ്കിലും ഒന്ന് തരണം എന്ന് പ്രാർത്ഥിച്ചിരുന്നു. അപ്പം അച്ഛൻ എനിക്ക് തന്ന ലോക്കറ്റ് തന്നു. അത് കൂടാണ്ട് ഒരു സൗണ്ട് ഇങ്ങനെ ഇടും. അപ്പോൾ നോക്കുമ്പോൾ എൻ്റെ അടുത്തൊരു മാതാവിൻ്റെ ലോക്കറ്റ് എടുക്കണം. അപ്പം എനിക്ക് ഇത് എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നറിയില്ല. അപ്പോൾ ഞാനിങ്ങനെ അച്ഛൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അച്ഛനെ ഞാൻ നോക്കിയിട്ട് നിൽക്കുക. അപ്പോൾ അച്ഛൻ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛൻ ഈ ലോക്കറ്റ് ഞാൻ എടുത്തോട്ടെ. ശരി എന്ന് പറഞ്ഞാൽ അച്ഛൻ തലയാട്ടി. ശരി ഓക്കെ, ഇത് അമ്മ എനിക്ക് തന്ന സമ്മാനമായിട്ട് ഞാനത് കണക്കാക്കി. ഈശോയ്ക്കും അമ്മയ്ക്കും ഒരുപാട് നന്ദി. അന്ന് ഞാനിവിടെ നിന്ന് ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിച്ചു, മാതാവേ ആരും എല്ലാവരും ഉണ്ടെങ്കിലും ആരും നമുക്കില്ലാത്ത ഒരവസ്ഥ ഭയങ്കര ഒരു ഭയാനകമാണ്. അപ്പോൾ എനിക്ക് ആരും സഹായത്തിനില്ല. ഒരു ജോലിക്കായാലും വെളിനാട്ടിലേക്ക് പോകാൻ എന്നെ സഹായിക്കാൻ ആരുമില്ല. അപ്പോൾ ഞാനന്ന് ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിച്ചു, ആരുമില്ല എന്ന് പറഞ്ഞ്. അന്ന് ഞാൻ ഇവിടുന്ന് തിരിച്ചു പോയി. ആ 2 ദിവസത്തെ ഡെയിലി ബ്രെഡ് നമ്മൾ എടുത്തു നോക്കി അറിയാം. അച്ഛൻ പറഞ്ഞു, ആരുമില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് സങ്കടപ്പെടുന്നത്? നിങ്ങൾക്ക് ഈശോ ഉണ്ടെന്ന് വിശ്വസിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക, ഈശോയോട് ചേർന്ന് നടക്കാൻ ശ്രദ്ധിക്കുക. അത് നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. അന്ന് തൊട്ട് ഇന്ന് വരെയും ഞാൻ അതേപ്പറ്റി പിന്നെ വിഷമിച്ചിട്ടില്ല. ആത്മീയ ജീവിതം
രാവിലെ കുർബാനയ്ക്ക് പോവാറുണ്ട്, 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാറുണ്ട്. പിന്നെ രാവിലെ എഴുന്നേറ്റ് 5:30 മണിക്ക് അനുഗ്രഹീതന പ്രാർത്ഥന വെച്ച് സാക്ഷ്യം കേൾക്കാൻ പറഞ്ഞാൽ ഞാൻ മസ്റ്റായിട്ട് സാക്ഷ്യം കേൾക്കുക. എന്താണെന്ന് വെച്ചാൽ എനിക്ക് അച്ഛൻ്റെ ധ്യാനം കൂടുമ്പോൾ അച്ഛൻ്റെ സാക്ഷ്യം ഏതാ പറയണമെന്ന് അറിയില്ലല്ലോ നമുക്ക്. അപ്പോൾ എല്ലാ സാക്ഷ്യം കേട്ടാലേ നമുക്ക് ആ ധ്യാനം കറക്റ്റായിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം എനിക്ക് മസ്റ്റായിട്ട് സാക്ഷ്യം കേൾക്കണം. അപ്പോൾ രാവിലെ പ്രാർത്ഥന തുടങ്ങി കഴിഞ്ഞ് ഞാൻ പിന്നെയുള്ള സാക്ഷ്യം കേൾക്കും. 7 മണി ഡ്യൂട്ടിക്ക് പോകണമായിരിക്കും, ഞാൻ കേൾക്കും. അങ്ങനെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു കഴിയുമ്പോഴും കുറച്ച് കേൾക്കും. അങ്ങനെ ഞാൻ മാക്സിമം എല്ലാ സാക്ഷ്യങ്ങളും ഷെയർ ചെയ്യാറുണ്ട്, ധ്യാനവും ഷെയർ ചെയ്യാറുണ്ട്. അങ്ങനെ ഈശോയുടെ അനുഗ്രഹം കൊണ്ട് എല്ലാ കാര്യങ്ങളും ഈശോ എന്നെ കൈ പിടിച്ച് നടത്താറുണ്ട്. എക്സാമ്പിൾ ഒരു ചെറിയ വിഷയമാണെങ്കിൽ, ഒരു ഡ്രസ്സ് എടുക്കുന്ന വിഷയമാണെങ്കിൽ പോലും, ഇപ്പോൾ 6 മണിക്ക് എനിക്ക് കുർബാനയ്ക്ക് പോകണമെങ്കിൽ ഞാൻ പറയും എനിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണം. അപ്പോൾ 6 മണിക്ക് കുർബാന കഴിയുമ്പോൾ 7 മണിയാകും. അപ്പോൾ പിന്നെ എനിക്ക് വീട്ടിലേക്ക് എത്താൻ ലേറ്റാകും. അപ്പോൾ ഞാൻ പറയും ഈശോയെ എനിക്ക് വീട്ടിലേക്ക് എത്താം. അപ്പോൾ ഈശോ പറയും നീ വന്നിട്ട് പിന്നെ ഡ്രസ്സ് എടുത്തിട്ട് നീ കുർബാനയ്ക്ക് പോ. അങ്ങനെ ഒരു എക്സാമ്പിൾ പറയാം, അത്രയും നമ്മളോട് ക്ലോസായി, നമ്മൾ ഈശോയോട് ഒട്ടിച്ചേർന്ന് നിൽക്കുമ്പോൾ നമ്മളോട് ഈശോ അത്രയും ക്ലോസായി നമ്മളോട് സംസാരിക്കുന്നത് നമുക്ക് വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റും. ഇനിയും എൻ്റെ ജീവിതത്തിൽ ഈശോയോടും മാതാവിനോടും ചേർന്ന് ജീവിക്കാൻ എൻ്റെ മക്കളെയും എൻ്റെ കുടുംബത്തെയും ഈശോയുടെ കരവലയത്തിനുള്ളിൽ ചേർന്ന് ജീവിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയ്ക്ക് മാതാവിന് ഒരുപാട് നന്ദി. മെഴുകുതിരിയിലും ഈശോ മാതാവ് ഞങ്ങൾക്ക് റോസാപ്പൂവും മഴവില്ലും ഒക്കെ കാണിച്ചു തരാറുണ്ട്. ഈ മാതാവിൻ്റെ സ്റ്റാച്ചു മെഴുകുതിരിയിൽ വരാറുണ്ട്. അങ്ങനെയും മാതാവിൻ്റെ അനുഗ്രഹം ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട്. പിന്നെയുള്ളത് എൻ്റെ ഹസ്ബൻഡിനെ ഇവിടെ കൊണ്ടുവരണം എന്നുള്ളൊരു പ്രാർത്ഥനയുള്ളൂ എനിക്കിനി. പരിശുദ്ധ ദൈവമാതാവിന് ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു. എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങളുടെ കുടുംബത്തിന് തന്നതിന് ഈശോയ്ക്കും മാതാവിനും നന്ദി. വരണ്ട ഭൂമിയിൽ ജലവും ഉണങ്ങിയ നിലത്ത് അരുവികളും ഞാൻ ഒഴുക്കും. നിൻ്റെ സന്തതികളുടെ മേൽ എൻ്റെ ആത്മാവും നിൻ്റെ മക്കളുടെ മേൽ എൻ്റെ അനുഗ്രഹവും ഞാൻ വർഷിക്കും. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 44-ാം അധ്യായം 3-ാം വചനമാണ്. ദൈവം നമ്മെ ശൂന്യതയിൽ നിന്ന് സമൃദ്ധിയിലേക്ക് നയിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. മരുഭൂമിയിൽ ജലവും ആത്മീയമായി ക്ഷീണിച്ചിരിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ കൃപയും, ഉണങ്ങിയ വരണ്ട നിലത്ത് അരുവികളും ഒഴുകിത്തരുന്ന ഒരു ദൈവമാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നാം കാണുന്നത്. ഓരോ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോഴും ഉടമ്പടി നമ്മളെ ഒരു ആത്മീയ നവീകരണത്തിനായി വിളിക്കുന്ന ഇന്നിൻ്റെ ഒരു പുതിയ പദ്ധതിയാണ്. ഉടമ്പടിയിൽ ദൈവം തൻ്റെ കൃപയുടെ ജലം നമ്മിലേക്ക് ഒഴുക്കുകയാണ്. വരണ്ട ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ നിറയ്ക്കുന്നു. പ്രശ്നങ്ങളിൽ ഒരാത്മീയ ഉണർവും. ഇതിനെല്ലാം നമ്മെ കരം പിടിച്ച് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് പരിശുദ്ധ അമ്മ, കൃപാസന അമ്മയാണ് കൃപയുടെ വഴിയിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 5-ാം വചനം പറയുന്നത് അവൻ പറയുന്നത് ചെയ്യുക എന്നതാണ്. ഈശോ പറയുന്നത് പോലെ ചെയ്യുവാനായിട്ട് ഉടമ്പടിയാണ് ഒരു വലിയ വഴി. ആ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഈശോയുടെയും അമ്മയുടെയും അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഉടമ്പടി വിശ്വസ്തയോടെ നയിക്കുമ്പോൾ ദൈവം നമ്മെ പുതുക്കുകയും ആത്മാവിൽ നമ്മെ നിറയ്ക്കുകയുമാണ് ചെയ്യുന്നത്. ലിജി ബോബൻ എന്ന മകളുടെ സാക്ഷ്യത്തിൽ ആദ്യമായി കൃപാസനത്തിൽ വന്നത് നമുക്കറിയാം. എല്ലായിടത്തും പള്ളിയുണ്ടല്ലോ, എന്തിന് ഞാൻ പോകുന്നു എന്ന്. ഓട്ടിസമുള്ള 2 കുട്ടികളുമായിട്ട് എങ്ങനെ ഞാനിവിടെ എത്തുമെന്ന് മനസ്സിൽ വിചാരിച്ചു. കൃപാസനത്തിലേക്ക് വരുമെന്ന് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ അതിനു മുൻപേ അമ്മ ലിജിയുടെ മുമ്പിൽ തന്നെ യാത്ര ചെയ്തു. ഇവിടെ വരികയും എങ്ങനെ ഈ കുട്ടികളെ കൊണ്ട് ഇവിടെ എത്തുമെന്ന് വിചാരിക്കുമ്പോഴാണ് വഴിയിൽ വെച്ച് ഏതോ ഒരു വ്യക്തിയെ കാണുകയും ഒരു കാറ് തന്നെയാണ് അമ്മ അറേഞ്ച് ചെയ്ത് കുട്ടികളെ ഇവിടെ കൊണ്ടുവരാനായിട്ട്. അങ്ങനെ ഈ മക്കളെ സുരക്ഷിതമായിട്ട് അമ്മയുടെ സന്നിധിയിൽ എത്താനായിട്ട് അമ്മ ഇവർക്കൊരു സാഹചര്യം ഒരുക്കി കൊടുക്കുകയാണ്. പിന്നീട് ഇവർ പോയ വഴിക്കെല്ലാം ആ സഞ്ചാരി മാതാവിൻ്റെ ഒരു സാന്നിധ്യമാണ് ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായത്. ഇവിടെ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് 2 കുട്ടികളും ഓട്ടിസമാണ്. സ്കൂളിൽ നിന്ന് സ്പെഷ്യൽ സ്കൂളിലേക്ക് മാറ്റാനായിട്ട് 6-ാം ക്ലാസ് മുതൽ പറഞ്ഞു. അങ്ങനെ സ്പെഷ്യൽ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കുട്ടികൾ. ഒരു ചേഞ്ചുമില്ല. പല ട്രീറ്റ്മെൻറ്റ് ചെയ്തു, ധ്യാനത്തിന് പോയി, പല പള്ളികളിൽ പോയി പ്രാർത്ഥിച്ചു. പിന്നീട് 2-ാം പുതുക്കലിൽ വന്ന് ഇവർ പ്രാർത്ഥിച്ച്
രണ്ട് പ്രാവശ്യം പുതുക്കി തിരിച്ചു പോയി കഴിഞ്ഞപ്പോൾ ഒരു ഉടമ്പടി വസ്തുക്കളായ തൈലവും ഒക്കെ തേച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. പ്രത്യേകിച്ചും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ ഇവർക്ക് ലഭിക്കുകയും ചെയ്തു. തിരിച്ചു പോയിട്ട് രണ്ടാം ആഴ്ചയിൽ തന്നെ ഈ കുട്ടികളുടെ 2 പേരുടെയും, അതായത് ഒരാളുടെ മാത്രമല്ല 2 പേരുടെയും വാ തുറന്നിരിക്കുകയും ഐബോൾ സ്റ്റക്കാവുകയും ചെയ്തു. പിന്നീട് 2 പേരെയും കൂടെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ന്യൂറോ സർജൻ പറഞ്ഞത് ന്യൂറോളജിസ്റ്റിനെ കാണിക്കണം. കാണിച്ചപ്പോൾ പറഞ്ഞത് ഇങ്ങനെയാണ്, ഇവർക്ക് ഓട്ടിസം ഇല്ല എന്നാണ്. ഇത് ഇവിടെ പരിശുദ്ധ അമ്മയും ഈശോയുടെ ഒരു വലിയ കൃപയാണ് നാം കാണുന്നത്. കാരണം ഈ മകൾ നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. വളരെ വയലൻ്റ് ആയിരുന്ന കുട്ടികളായിരുന്നു. ഒരു രക്ഷയുമില്ല, ഇവരെ കൺട്രോൾ ചെയ്യാനായിട്ട് നിയന്ത്രിക്കാൻ പറ്റാത്ത, ഒരു 2 മിനിറ്റ് നിൽക്കാൻ സാധിക്കാതെ എപ്പോഴും ഓടി നടന്ന് ശല്യപ്പെടുത്തി, പലപ്പോഴും മറ്റുള്ളവരുടെ ഡ്രസ്സ് പോലും മാറ്റുമായിരുന്നു. കയ്യിൽ കിട്ടുന്ന സാധനമെല്ലാം എടുത്തെറിയുമായിരുന്നു. അങ്ങനെ 2 കുട്ടികളെ വളരെ ബുദ്ധിമുട്ടി ഇവിടെ കൊണ്ടുവരാൻ തീരുമാനിച്ചപ്പോൾ തന്നെ ലിജി മനസ്സിൽ വിചാരിച്ചപ്പോൾ അമ്മ ഓൾറെഡി വഴിയിൽ വണ്ടിയെല്ലാം അറേഞ്ച് ചെയ്ത് ഇവിടെ കൊണ്ടുവരികയും ചെയ്തു. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ ലഭിച്ചതിന് ശേഷം ഈ കുട്ടികൾക്ക് വലിയൊരു മാറ്റമാണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത്. ഓട്ടിസം ഇല്ല എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. പിന്നെ എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർക്ക് ഒന്നും പറയാനില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേങ്കിൽ ഒരു കാര്യം വ്യക്തമാണ്, ഇവിടെ വന്നതിന് ശേഷം പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വരികയും പ്രാർത്ഥിക്കുകയും ഉടമ്പടി എടുക്കുകയും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ വഴി സാഹിത്യ തേച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തതിന് ശേഷം ഈ മക്കൾക്ക് വളരെ ഒരു മാറ്റമാണ് കാണുന്നത്. ഈ മകൾക്ക് എങ്ങും പോകാൻ സാധിക്കില്ല, മക്കളെ ഇട്ടിട്ട് എങ്ങും പോകാൻ സാധിക്കും. എല്ലാം ഒരു ഡാമേജിങ് സ്റ്റേറ്റായിരുന്നു. അവിടെ നിന്നെല്ലാം ഈശോയും അമ്മയും കരകയറ്റി ഈ മക്കളെ ഇന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ടാണ് അവർ ഇന്നിവിടെ നിൽക്കുന്നത്. ഈശോയും അമ്മയും കനിഞ്ഞു നൽകിയ ഒരു വലിയ അനുഗ്രഹമാണ്. വരണ്ട ഭൂമിയിൽ ജലവും ഉണങ്ങിയ നിലത്ത് അരുവികളും ഞാൻ ഒഴുക്കുമെന്ന് പറയുന്ന ഇതാണ്. നമ്മുടെ ജീവിതത്തിൽ വരണ്ടമായ ദേശത്തൂടെ നടക്കുകയായിരുന്നു. എന്ത് ചെയ്യണമെന്നറിയില്ല. ഈ 2 കുട്ടികളെയും കൊണ്ട് എന്ത് ചെയ്യണമെന്നറിയില്ലാതെ ഒരു ഉണങ്ങിയ നിലത്തൂടെ അരുവികൾ തുറക്കാൻ സാധ്യതയില്ലാത്തൊരു വഴിയിലൂടെ സഞ്ചരിച്ചിരുന്ന ലിജിക്ക് ഈശോയും അമ്മയും കൃപാസനം ഉടമ്പടിയിലൂടെ ഒരു പുതിയ വഴി തുറന്നു കിടക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ കുട്ടികളുടെ മേൽ അനുഗ്രഹവും ജോസഫ് അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ വഴി, അതായത് അച്ഛന് 40 വർഷത്തെ പൗരോഹിത്യ ജീവിതവും അച്ഛൻ പരിശുദ്ധ അമ്മയെ നേരിൽ കണ്ട വ്യക്തിയാണ്. 2 പ്രാവശ്യം അച്ഛനൊരു ആത്മീയ ജീവിതത്തിൻ്റെ ഒരു വലിയ ആത്മീയ ജീവിതത്തിൻ്റെ ഒരു ഉറവിടമുണ്ട്. ആ ആസ്തിയിലൂടെയാണ് നമുക്കുള്ള അനുഗ്രഹം ലഭിക്കുന്നത്. ആ സ്പെഷ്യൽ പ്രാർത്ഥനയാണ് അച്ഛൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ ആസ്തിയിലുള്ള ആ ഡിപ്പോസിറ്റ്, ആത്മീയ ജീവിതത്തിലുള്ള ഡിപ്പോസിറ്റ് ഉണ്ട്. ആ ഡിപ്പോസിറ്റിൽ നിന്നാണ് നമുക്കുള്ള അനുഗ്രഹം അമ്മ മാതാവിന് മേടിച്ച് നൽകുന്നത്. ഇവിടെ വരികയും ഈ മക്കൾക്ക് നല്ലൊരു മാറ്റം ലഭിക്കുകയാണ് ചെയ്തത്. അത് ഈശോയുടെയും അമ്മയുടെയും ഒരു വലിയ കൃപയാണ്. ഉടമ്പടി വിശ്വസ്തയോടെ നയിക്കുമ്പോൾ ദൈവം നമ്മെ പുതുക്കുകയും വരണ്ട ഭൂമിയിൽ നിന്ന് ജലവും ഉണങ്ങിയ നിലത്ത് അരുവികളും ഒഴുക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മെ സംരക്ഷിക്കുന്ന ഒരു അമ്മയാണ് നമ്മുടെ കൂടെയുള്ളത്. അതുപോലെ തന്നെയാണ് ജോലിയുടെ കാര്യവും. മകളുടെ ആഗ്രഹപ്രകാരം ഒരു സെക്രട്ടറി പോസ്റ്റിന് വേണ്ടി പ്രാർത്ഥിച്ചു. അതും ഈ മകളുടെ പ്രാർത്ഥന കേട്ട് അനുഗ്രഹിക്കുകയും ചെയ്തു. വാഹനം ആഗ്രഹിച്ചു, ഗ്രേ കളറിൽ. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെങ്കിൽ അവിടെയും അമ്മ തന്നെ പറയുകയാണ്, PF ഒരു വഴി തുറന്നു കൊടുക്കുകയാണ്. എല്ലാ കാര്യത്തിനും അമ്മ മുൻകൂട്ടിയാണ് ഇവരുടെ ജീവിതത്തിൽ. മക്കളെ ഇല്ലാതെ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനാണ് ആഗ്രഹിച്ചത്. പക്ഷെങ്കിൽ അവിടെയും അമ്മ തന്നെ ഒരു ഇൻസ്പിറേഷൻ കൊടുക്കുകയാണ് മകളോട്, മക്കളെയും കൂട്ടി വരാൻ. ഇതെല്ലാം നമ്മുടെ ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ കാണുന്നതാണ്. അമ്മ മുൻകൂട്ടി എല്ലാം നമ്മളോട് പറഞ്ഞു തരികയാണ്, എന്ത് ചെയ്യണം, എന്ത് ചെയ്യേണ്ട അമ്മയെന്ന് ചോദിക്കുമ്പോൾ അമ്മ സ്വന്തം അമ്മയെപ്പോലെ തന്നെയാണ് നമ്മളോട് പറഞ്ഞു തരുന്നത്. കൃപാസനത്തിൽ പോകുമ്പോൾ മക്കളെയും കൂട്ടി പോവുക, ഇങ്ങനെ ഓരോ കാര്യങ്ങളും. PF എടുക്കുക, പിന്നെ മെഴുകുതിരിയിൽ സൈൻ കാണിക്കുക. പരിശുദ്ധ അമ്മയുടെ ഒരു സാന്നിധ്യമാണ് ഇവിടെ ജീവിതത്തിലുള്ളത്. വണ്ടി മേടിച്ചപ്പോൾ അമ്മയുടെ ഒരു ഇടപെടലുണ്ടെന്ന് അറിയിക്കാനാണ് ഗ്രേ കളറിലുള്ള വണ്ടിയും വണ്ടിയുടെ നമ്പറിൽ 7 എന്ന അക്കമുള്ളതും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. ഈശോയും അമ്മയും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ വരണ്ട മരുഭൂമിയിൽ ജലവും നമ്മുടെ ഉണങ്ങിയ ഹൃദയത്തിൽ അരുവികളും തുറക്കുവാൻ സാധിക്കുന്ന കഴിവുള്ള ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ട്. കൃപാസനം ഉടമ്പടി വഴി അമ്മയുടെ ഇടപെടലിലൂടെ ദൈവത്തിൻ്റെ ആത്മാവും അനുഗ്രഹവും നമ്മിലും ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും
ലിജി ബോബിനും കുടുംബത്തിന് ലഭിച്ച എല്ലാ